CUT PG സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സാം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്യണം, എവിടെ പഠിക്കണം എന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ചിന്തപ്പ് പോകുന്നത്. അതുപോലെ CUT UG സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക ഇനി ഏത് കോഴ്സ് എടുക്കണം. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പം ഏത് കോഴ്സ് എടുക്കണം, അതിനകത്ത് അതേപോലെ തന്നെ ആ കോഴ്സിന് നല്ല ഏത് യൂണിവേഴ്സിറ്റി ആണ് എന്നൊക്കെ തിരഞ്ഞെടുക്കേണ്ട സമയമാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ചിന്തകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിപ്പം ഒരുപാട് ഓറിയന്റേഷൻ സെഷൻസ് ഓൾറെഡി നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഒരുപാട് ചിന്തകളെ ഇന്ന് നമുക്ക് അതിനകത്ത് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇന്ന് കിട്ടും. അപ്പൊ നമുക്കറിയാം ജാമിയ മില്ലിയ ഇസ്ലാമിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാനത്ത്, നമ്മുടെ ദേശീയ തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോമിനന്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. 1920 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അറൌണ്ട് മോർ ദാൻ 10 എന്താ പറയാ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇപ്പം ഒരുപാട് തന്നെ എന്താ പറയാ അറൌണ്ട് കുറെ UG കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ PG കോഴ്സ്, അതേപോലെ ഡോക്ടറേറ്റ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പം എഞ്ചിനീയറിംഗ് കോഴ്സസ് ആയാൽ തന്നെയും ഒരുപാട് ഓഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കറിയാം ആർട്സ്, സയൻസ്, കൊമേഴ്സ് സ്റ്റുഡൻസ് ഇപ്പം പഠിച്ച് 12th ഒക്കെ പഠിച്ച് പാസ് ഔട്ട് ആയി നിൽക്കുന്നവർക്കും നമ്മുടെ PG UG കഴിഞ്ഞ് നിൽക്കുന്നവരും ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക. അപ്പം എന്തുകൊണ്ടും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. NIRF റാങ്കിങ് 13 ഉള്ള, ഓൾ ഓവർ ഇന്ത്യ NIRF റാങ്കിങ് 13 ഉള്ളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ജാമിയ. സോ ഇന്ന് നമ്മോടൊപ്പം അവിടുത്തെ 2 സ്റ്റുഡൻസ് ആണ് നമ്മളുടെ ഒപ്പം ഇന്ന് ഈ ഒരു സെഷനിൽ സ്പീക്കേഴ്സ് ആയിട്ട് എത്തിയിട്ടുള്ളത്. So I welcome Amansha Abdullah and Risha S. Hussain to the session. നിങ്ങളുടെ എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് നല്ല വ്യക്തമാക്കി തരാൻ പ്രാപ്തിയുള്ള 2 സ്റ്റുഡൻസ് ആണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ 2 സ്റ്റുഡൻസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. അമൻഷ അബ്ദുള്ള അവിടെ ജാമിയ മില്ലിയ ഇസ്ലാമിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ BA ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതേപോലെ റിഷ എസ് ഹുസൈൻ എന്ന് പറയുന്നത് ജാമിയ മില്ലിയ ഇസ്ലാമിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ MA അപ്ലൈഡ് സൈക്കോളജി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. So we'll be beginning with the UG session today. So I welcome Amansha Abdullah to take over the session. Hi, audible ആണോ? Yeah, you're audible. Yeah, okay. So നമ്മൾ ഇന്ന് ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എയിം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ അത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നൊരു പറയുമ്പം നമുക്കറിയാം നമ്മളെ ഇന്ത്യയിലെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമുക്ക് കാണാം. മോർ ദാൻ ഒരു 50 അബോവ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇന്ത്യയിൽ. സോ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. സോ ജാമ്യയുടെ ലൊക്കേഷൻ എല്ലാം നമ്മൾ പറയുമ്പോൾ കറക്റ്റ് നമ്മളെ രാജ്യ തലസ്ഥാന നഗരിയിൽ ഡൽഹിയുടെ ഏറ്റവും സെൻട്രലായിക്കൊണ്ട് തന്നെ ഡൽഹിയുടെ നമ്മളെ സൗത്ത് ഈസ്റ്റ് സൈഡിലേക്ക് കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഡൽഹിയുടെ സൗത്ത് ഈസ്റ്റ് സൈഡില് ജാമ്യ നഗർ, അതായത് ഓക്ലയിലുള്ള ജാമ്യ നഗറിൽ സിറ്റ് ചെയ്യുന്ന ഒരു ഏകദേശം ഒരു 250ഓളം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നുള്ളത്. സോ ഇങ്ങനെയാണ് ജാമ്യന്റെ ഒരു ലൊക്കേഷൻ വരുന്നത്. ആൻഡ് നമ്മളത് കറക്റ്റ് പറയുന്ന സമയത്ത് നമുക്കറിയാം ഡൽഹിയിലെ എല്ലാ ഭാഗത്തിനെയും കണക്ട് ചെയ്തിട്ട് മെട്രോ വരുന്നുണ്ട്. ഒരു മെട്രോ സ്റ്റേഷൻ ആയാലും സുഖ്ദേവ് വിഹാർ മുതൽ അടുത്ത മെട്രോ സ്റ്റേഷൻ ആയിട്ടുള്ള ജാമിയ മില്ലിയ ഇസ്ലാമിയന്റെ ഇടയിൽ ഒരു മൗലാന മുഹമ്മദ് അലി ജൗഹർ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഏകദേശം 24ലധികം ഗേറ്റുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ ഏറ്റവും വലുതുമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നുള്ളത്. സോ ജാമ്യന്റെ ഒരു സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു കണക്കിലേക്ക് വരുമ്പം മോർ ദാൻ 20K സ്റ്റുഡൻസ് ആണ് ജാമ്യയിൽ ഓരോ വർഷവും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഒരുപാട് നോട്ടബിൾ അലുമിനീസ് ജാമ്യയിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ അറിയുന്ന പല ആൾക്കാരും ജാമ്യന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആൻഡ് ജാമ്യ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്കൊരു യൂണിവേഴ്സിറ്റി ആസ്പെക്റ്റിൽ നിന്ന് പുറമെ അതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സെൻസ് അതായത് 7ഓളം സ്കൂളുകളും അതിലുപരി ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം UG PG കോഴ്സുകളിലായിട്ട് വരുന്ന ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ജാമ്യ നമ്മൾ പൊതുവെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാറുള്ളത്.
ആൻഡ് ഇനി സ്റ്റുഡൻസിന്റെ ഞാൻ പറഞ്ഞല്ലോ 20K പ്ലസ് സ്റ്റുഡൻസ് ജാമ്യയിൽ ഓരോ വർഷം പഠിക്കുന്നുണ്ട് എന്ന്. അതിൽ ചെറിയൊരു ഭാഗം തന്നെ നമുക്ക് നല്ല സ്റ്റുഡൻസ് ഫോറിൻ സ്റ്റുഡൻസ് വരുന്നുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായുള്ള ബംഗ്ലാദേശ്, അതേപോലെ തന്നെ നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക പോലെ രാജ്യങ്ങളിൽ നിന്നും, അതോടൊപ്പം തന്നെ പുറത്ത് മറ്റു കോണ്ടിനെന്റിലുള്ള ആഫ്രിക്ക പോലുള്ള കോണ്ടിനെന്റിൽ നിന്നും ഒരുപാട് സ്റ്റുഡൻസ് ജാമ്യയിൽ നിലവിൽ വ്യത്യസ്ത കോഴ്സുകളിലായി കൊണ്ട് ജാമ്യയിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് ജാമ്യനെ പറ്റിയിട്ട് പറയാനുള്ളത്. ജാമ്യന്റെ പ്രൈമറി അല്ല ജാമ്യന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നതിന് ശേഷം UG കോഴ്സിലേക്ക് കടക്കാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജാമ്യന്റെ എൻട്രൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാനുണ്ട്. ആൻഡ് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, സോ ഇതിലേക്ക് വരുമ്പം ജാമ്യന്റെ ജസ്റ്റ് മൈക്ക് ഒന്ന് മ്യൂട്ട് ആക്കും. ഓക്കെ, സോ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പം ജാമ്യന്റെ അപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 5 മുതലാണ് നമ്മൾ ജാമ്യന്റെ അപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രോസ്പെക്ട്സ് എല്ലാം വന്ന് അതിന്റെ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ആൻഡ് നമുക്ക് അവിടെ സമയം വരുന്നത് ഏപ്രിൽ 10 വരെയാണ് നിലവിൽ നമുക്ക് ജാമ്യക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം വരുന്നത്. അത് മേ ബി എക്സ്റ്റെൻഡ് ചെയ്യാം, ബട്ട് അൺടിൽ ഇതുവരെ നമുക്കൊരു എക്സ്റ്റെൻഡ് രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. ആൻഡ് ഇതില് അവര് ഇറക്കിയ ഇത് പ്രകാരം പ്രോസ്പെക്ട്സ് പ്രകാരം നമുക്ക് കറക്ഷൻ വിൻഡോ എന്നുള്ള ഡേറ്റ് വരുന്നത് ഏപ്രിൽ 12 മുതൽ ഏപ്രിൽ 14 വരെയാണ് വരുന്നത്. ആൻഡ് ഈ ഒരു കാര്യം ഇനി നമ്മൾ എക്സാമിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഏപ്രിൽ 26 മുതലാണ് ജാമ്യന്റെ എൻട്രൻസ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഓരോരോ കാര്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പോവാം. ആൻഡ് അഡ്മിറ്റ് കാർഡ് ഏപ്രിൽ 17 വന്ന് തുടങ്ങും. ആൻഡ് റിസൾട്ട് നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ഒരു മാസത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ടുകൾ വന്ന് തുടങ്ങും. അത് ഓരോ ലിസ്റ്റ് ആയിട്ടാണ് വന്ന് തുടങ്ങുക. എപ്പോഴാണോ സീറ്റ് ഫില്ല് ആകുന്നത് അതുവരെ ലിസ്റ്റ് വരും. ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ല എല്ലാവർക്കും? ഓക്കെ ഓക്കെ ഓക്കെ. ആൻഡ് സോ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് കാണാൻ കഴിയും ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിറ്റിംഗ് ക്വാളിഫയിങ് എക്സാം റിസൾട്ട് എന്ന് കാണാൻ കഴിയും. അത് പറയുന്നത് നമുക്ക് ജാമ്യയിലെ ഏതൊരു കോഴ്സിനായിക്കോട്ടെ, ഈവൻ അത് സ്പോട്ട് അഡ്മിഷൻ ത്രൂ ആണെങ്കിൽ പോലും നമുക്ക് അവസാനം അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് ആണ് ഒക്ടോബർ 31 എന്ന് പറയുന്നത്. ഒക്ടോബർ 31 ആണ് UGC റെഗുലേഷൻ അനുസരിച്ച് നമുക്ക് ലാസ്റ്റ് ഡേറ്റ്. ആൻഡ് അതോടുകൂടി നമ്മുടെ ജാമ്യന്റെ ഒരു അക്കാഡമിക് ഇയറിലെ അഡ്മിഷൻ പ്രോസസ് എല്ലാം അവിടെ കംപ്ലീറ്റ് ആവുന്നതാണ്. സോ ഇനി ജാമ്യന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിലേക്കാണ് നമ്മൾ വരുന്നത്. ജാമ്യന്റെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് മാത്രം ഞാൻ ഈ PPT-യിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ആ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നത് ലൈബ്രറി ഫെസിലിറ്റി ആണ്. ലൈബ്രറി ഫെസിലിറ്റി അറിയുമ്പം ജാമ്യയിലെ ലൈബ്രറി ആണ് സാക്കിർ ഹുസൈൻ ലൈബ്രറി. ഏറ്റവും പ്രശസ്തമായ ഇന്ത്യയിലെ ഒരു ലൈബ്രറിയാണ്. നമുക്ക് എല്ലാ തരത്തിലുള്ള ബുക്കുകൾക്കും ആക്സസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോവുകയാണെങ്കിലും ഏത് രീതിയിലെടുത്താലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ ഒരു ലൈബ്രറി എന്ന് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സാക്കിർ ഹുസൈൻ ലൈബ്രറി എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ജാമ്യന്റെ ഹോസ്റ്റൽ ഫെസിലിറ്റി ആണ്. ആൻഡ് ഈ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പം നമുക്ക് ബോയ്സിന് 2 ഹാളുകളിലായിട്ട് 8 ഹോസ്റ്റൽസ് ആണ് നിലവിലുള്ളത്. ആ നിലവിൽ 8 ഹോസ്റ്റൽസിലായിട്ട് നമുക്ക് ടോട്ടൽ ഒരു 2000 സ്റ്റുഡൻസിനാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദ കേസ് ഓഫ് ഗേൾസ് ഓൾസോ 2 ഹോസ്റ്റൽസ് ആൻഡ് വേറൊരു ഹാളിലായിട്ട് അവിടെ ഒരു 5 ഹോസ്റ്റൽ ഉണ്ട്. അവിടെയും ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 2000 ആണ്. സോ ഇത് നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ജാമ്യയിൽ എൻറോൾ ചെയ്യുന്ന സ്റ്റുഡൻസിൽ 30% സ്റ്റുഡൻസിനാണ് എന്ത് ചെയ്യുന്നത് ഹോസ്റ്റൽ ഫെസിലിറ്റി നമുക്ക് വരുന്നത്. ഹോസ്റ്റലിലെ കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പോവാനുണ്ട്. അത് ആഫ്റ്റർ ജാമ്യയിൽ നമുക്ക് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇന്റർവ്യൂ പ്രോസസ് ഒക്കെ ഹോസ്റ്റൽ ലഭിക്കാനായിട്ട് മാത്രം നമുക്ക് ജാമ്യയിൽ വരുന്നുണ്ട്. ആൻഡ് സ്പോർട്സ് ഫെസിലിറ്റി എന്ന് പറയുമ്പം ജാമ്യയിൽ നമുക്ക് ഒരു സ്പോർട്സ് കോംപ്ലക്സ് തന്നെ വരുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയും സ്റ്റേഡിയം, അതേപോലെ ക്രിക്കറ്റ് ഗ്രൗണ്ട്, മറ്റോ ഇൻഡോർ ഗെയിംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഗെയിംസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ജാമ്യക്ക് വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള എല്ലാ ടീംസും ഉണ്ട്. അത് ഫുട്ബോളിന്റെ ഇതിലായിക്കോട്ടെ ക്രിക്കറ്റിന്റെ ആയിക്കോട്ടെ. ആൻഡ് ജാമ്യന്റെ സ്റ്റേഡിയങ്ങൾ പലപ്പോഴും പല ദേശീയ മത്സരങ്ങൾക്കും വേദിയായിട്ടുമുണ്ട്. സോ ആ ഒരു രീതിയിൽ സ്പോർട്സിന്റെ രീതിയിലാണെങ്കിലും ജാമ്യ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഒരു അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും
മുകളിൽ തന്നെയാണ്. ആൻഡ് ഇനി ഹെൽത്ത് ഫെസിലിറ്റിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പം നമുക്കറിയാം ഡൽഹി പോലെ പുറത്തെ സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡന്റ് കൺസേൺഡ് ആവുന്നത് ഈ ഹെൽത്ത് ഫെസിലിറ്റിനെ പറ്റിയാണ്. സോ ഹെൽത്ത് ഫെസിലിറ്റി പറയുമ്പോൾ നമുക്ക് ജാമ്യയിലെ അൻസാരി ഹെൽത്ത് സെന്റർ, MMA അൻസാരി ഹെൽത്ത് സെന്റർ വരുന്നുണ്ട്. നമുക്ക് സ്റ്റുഡൻസിന് അവിടെ കംപ്ലീറ്റ് എല്ലാ ട്രീറ്റ്മെന്റ്സും മെഡിസിൻ അടക്കം നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് തന്നെയാണ് ജാമ്യ അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ബേസിക് ആയ കാര്യങ്ങളാണ് നമുക്ക് ജാമ്യന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജാമ്യന്റെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ജാമ്യന്റെ RCA അഥവാ റെസിഡൻഷ്യൽ സിവിൽ സർവീസ് അക്കാഡമിയെ പറ്റി നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ഈ ഒരു ഗാദറിംഗിൽ ഇവിടെ ഉണ്ട്, പല UG കഴിഞ്ഞിട്ടും PG കഴിഞ്ഞിട്ടെല്ലാം ഉള്ള ആൾക്കാർ. സോ ജാമ്യന്റെ RCA എന്ന് പറഞ്ഞത് ജാമ്യന്റെ റെസിഡൻഷ്യൽ സിവിൽ സർവീസ് അക്കാഡമിയാണ്. നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും 1000 സിവിൽ സർവന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പം അതിൽ ഒരു 30 to 50 ആൾക്കാർ ജാമ്യന്റെ RCA നിന്ന് വരുന്നു എന്നുള്ളൊരു ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി വേറെ ഒരു യൂണിവേഴ്സിറ്റിക്കും അവകാശപ്പെടാനില്ലാത്ത സ്പെഷ്യാലിറ്റി ജാമ്യന്റെ റെസിഡൻഷ്യൽ സിവിൽ സർവീസ് അക്കാഡമിക്ക് ഉണ്ട്. ആൻഡ് റീസെന്റ് ആയിട്ടുള്ള ജുനൈദ് അഹമ്മദ് IS എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2 വർഷം മുമ്പെല്ലാം ടോപ്പ് റാങ്കോട് കൂടി ഇന്ത്യൻ സിവിൽ സർവീസിൽ കയറിയ ആളാണ്. അതേപോലെ ഒരുപാട് പ്രധാനപ്പെട്ട നിലവിലെ ഇന്ത്യൻ ഉന്നത പോസ്റ്റുകളിൽ ഇരിക്കുന്ന പലരും ജാമ്യന്റെ RCA പ്രൊഡക്ട്സ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ജാമ്യന്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ഇനി ജാമ്യന്റെ പ്രോഗ്രാംസ്, അതായത് ജാമ്യ ഏതെല്ലാം രീതിയിലുള്ള ഡിഗ്രീസ് ആൻഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയാനുള്ളത്. ഇതിൽ 8 ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഇവിടെ PPTയിൽ കറക്റ്റ് കാണാനുണ്ട്. ഒന്ന് PhD പ്രോഗ്രാം ആണ്, ആൻഡ് മാസ്റ്റേഴ്സ് അതായത് പോസ്റ്റ് PG പ്രോഗ്രാംസ്, PG ഡിപ്ലോമ പ്രോഗ്രാം വരുന്നുണ്ട്, ബാച്ചിലേഴ്സ് അഥവാ UG പ്രോഗ്രാംസ് വരുന്നുണ്ട്, അഡ്വാൻസ് ഡിപ്ലോമ പ്രോഗ്രാംസ് വരുന്നുണ്ട്, ഡിപ്ലോമ പ്രോഗ്രാംസ് വരുന്നുണ്ട്, ആൻഡ് സർട്ടിഫിക്കറ്റ് കോഴ്സും വരുന്നുണ്ട്. ഇതിൽ പലപ്പോഴും നമുക്ക് ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സമയത്ത് നമുക്ക് ഒന്നിലധികം പ്രോഗ്രാംസ്, അതായത് ഒരേ സമയത്ത് ഇപ്പം നിങ്ങൾ ഇവിടെ UG ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എങ്കിൽ അത് ക്ലാഷ് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് കൂടി ജാമ്യ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ആൻഡ് ഇനി നമ്മള് ജാമ്യന്റെ പ്രോഗ്രാംസ് ഇതെല്ലാണെന്ന് മനസ്സിലാക്കി. സ്വാഭാവികമായിട്ടും ഓരോ പ്രോഗ്രാംസിലേക്കും ഞാൻ ഡീപ്പായിട്ട് കിടക്കും. അതെല്ലാം അതായത് ഏതെല്ലാം കോഴ്സുകളെല്ലാം ജാമ്യന്റെ ഇതിലുള്ളതെന്നെല്ലാം ഞാൻ ക്ലോസ് ആയിട്ട് കിടക്കുന്നതാണ്. ആൻഡ് ജാമ്യന്റെ ഒരു ഇതിലേക്ക് വരുമ്പം നമുക്ക് ഇവിടെ 11 ഫാക്കൽറ്റികളിലായി 48 ഡിപ്പാർട്ട്മെന്റുകളും 29 സെന്റേഴ്സും ആൻഡ് 7 സ്കൂൾസ് ആണ് ജാമ്യയിലുള്ളത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ ജാമ്യ എന്ന് പറഞ്ഞത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരുമ്പം ജാമ്യന്റെ അണ്ടറിൽ തന്നെ ജാമ്യ സീനിയർ സെക്കൻഡറി സ്കൂൾ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ 7ഓളം സ്കൂളുകൾ ജാമ്യന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ആൻഡ് ഫാക്കൽറ്റീസ് ഞാൻ പറയുന്നത് ജാമ്യന്റെ ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് ഒരു ഫാക്കൽറ്റിന്റെ അണ്ടറിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിന് അണ്ടറിലായിരിക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി ഇതെല്ലാം വരുന്നത്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കോഴ്സ് വൈസ് ഡിസ്കഷനിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും. സോ അങ്ങനെ 11 ഫാക്കൽറ്റീസ് ആണ് ജാമ്യക്ക് ടോട്ടലി ഉള്ളത്. ആൻഡ് 48 ഡിപ്പാർട്ട്മെന്റ്സ്, 29 സെന്റേഴ്സ് ആൻഡ് 8 സ്കൂൾസ് ആണ് വരാനുള്ളത്. ഇനി ഇതില് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. അപ്ലിക്കേഷൻ ഫീ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ കുറച്ച് ഫാക്കൽറ്റീസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ചില സെന്റേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പ്രോസ്പെക്ട്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ സ്പെഷ്യലി മെൻഷൻ ചെയ്ത ഫാക്കൽറ്റീസിനും ആൻഡ് ആ സെന്റേഴ്സിനും നമുക്ക് 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത്. ആൻഡ് ഇതിൽ പെടാത്ത ബാക്കി എല്ലാ ഫാക്കൽറ്റീസിനും നമുക്ക് വരുന്നത് 700 രൂപയാണ് നമുക്ക് എന്ത് വരുന്നത്, അപ്ലിക്കേഷൻ ഫീ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നമുക്ക് ജാമ്യക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്നത്. ആൻഡ് ഇനി ജാമ്യന്റെ എക്സാം പൊതുവെ പലരും നാട്ടിൽ നിന്നല്ല വന്ന് എഴുതാൻ മടി കാണിക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അതിന് ഏറ്റവും വലിയ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജാമ്യന്റെ എക്സാംസ് ഒന്നും അധികം CUT-ന്റെ അണ്ടറിലൊന്നും വരുന്നില്ല. ലാസ്റ്റ് ഇയർ കുറച്ചെങ്കിലും കോഴ്സസ് CUT-ന്റെ അണ്ടറിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്രാവശ്യം ആ കോഴ്സസ് ഒക്കെ മെജോറിറ്റി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ജാമ്യ തന്നെ എല്ലാം ഡയറക്റ്റ് ആയിട്ട് എല്ലാ പ്രോസസ്സും നടത്തുന്ന രീതിയിലേക്ക് ജാമ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ജാമ്യന്റെ പല എക്സാംസ് മീൻസ് മെജോറിറ്റി ഓഫ് ദി എക്സാംസിനും നമുക്ക് സെന്റർ ഉള്ളത് ജാമ്യയിൽ മാത്രം, അതായത് ഡൽഹിയിൽ നമ്മൾ വന്നിട്ട് ഇവിടുന്ന് എഴുതണം. അതുകൊണ്ടാണ്
ജാമ്യന്റെ എക്സാം ഷെഡ്യൂളൊക്കെ ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ്ങിൽ ഏപ്രിൽ 26-നാണ് തുടങ്ങുന്നത്. ഏപ്രിൽ 26-ന് എക്സാം തുടങ്ങിയിട്ട് നമുക്കൊരു മെയ് ലാസ്റ്റ് മുതൽ ജൂൺ ഫസ്റ്റ് വീക്ക് ആ ഒരു ഇതുവരെ നമുക്ക് എന്ത് വരുന്നുണ്ട്, എക്സാംസ് ജാമ്യയിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻസ് മാത്രമായിട്ട്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പൊതുവെ ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി വന്ന് ഇവിടുന്ന് എക്സാം എഴുതി, അതും അത്രയും ടഫായുള്ള എക്സാംസ് ഒക്കെ എഴുതി വരുമ്പം പൊതുവെ നമുക്ക് മടിയുള്ളൊരു കേസാണ് വരാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഇയർ വരെ കുറച്ച് കോഴ്സസ് നമുക്ക് CUT അണ്ടറിൽ ഉണ്ടായത് കൊണ്ട് നമുക്ക് നാട്ടിൽ തന്നെ സെന്റേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം ഞാൻ പറഞ്ഞു ആ കോഴ്സസ് ഒക്കെ ജാമ്യം എന്ത് മാറ്റിയിട്ടുണ്ട്, CUT അണ്ടറിലുള്ള കോഴ്സസ് ഒക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെ എടുത്തു മാറ്റി തന്നെ അവിടെ ഒരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് കോഴ്സുകൾക്കെല്ലാം ജാമ്യം എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടി സിറ്റി സെന്റേഴ്സ് എക്സാമിനേഷൻ സെന്റേഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പം എൻ്റെ മുന്നേ കാണാൻ കഴിയുന്ന സ്ക്രീനിൽ കാണാൻ കഴിയുന്ന കോഴ്സസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ PG കോഴ്സസ് ഉണ്ട്, UG കോഴ്സസ് ഉണ്ട്. PG കോഴ്സിന്റെ കാര്യമെല്ലാം ലേറ്റർ ആയിട്ട് റിഷ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യും. ബേസിക്കലി UG കോഴ്സസ് അല്ലെ BA ഹിസ്റ്ററി, BA അറബിക്, ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി, BEd, BA LLB, BSc കെമിസ്ട്രി, BA എക്കണോമിക്സ്, ഇത്തരത്തിലുള്ള കുറച്ച് കോഴ്സസ് വരുന്നുണ്ട്. നമുക്ക് BSc ബയോടെക്നോളജി പോലെ കോഴ്സസ്. ഇതിനെല്ലാം നമുക്ക് മൾട്ടി സിറ്റി സെന്റേഴ്സ്, അതായത് ഡൽഹിയിൽ തന്നെ വന്ന് എഴുതാണ്ട് നമുക്ക് വേറെയും കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ആൻഡ് ആ ഓപ്ഷൻസ് ആണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന ഡൽഹി, ഗുവാഹത്തി, കൊൽക്കത്ത, കാലിക്കറ്റ്, ലക്നൗ, പറ്റ്ന, ശ്രീനഗർ, ഭോപ്പാൽ, മലഗോൺ, ഇത്രയുള്ള സെന്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എക്സാമിനേഷൻ സെന്റേഴ്സ് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചെന്ന കോഴ്സുകൾക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സിൽ BA എക്കണോമിക്സ് ഉണ്ടായിരുന്നു, BA ഹിസ്റ്ററി ഉണ്ടായിരുന്നു. സോ ആ കോഴ്സ് എല്ലാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് നമുക്ക് നാട്ടിലെ കേസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നാട്ടിൽ കാലിക്കറ്റ് സെന്റർ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളവിടെ നോക്കേണ്ട കാര്യം, നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റണം, അവിടെ സിറ്റി പ്രിഫറൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കാലിക്കറ്റ് കൊടുക്കാൻ പറ്റണം. എന്നാലേ നിങ്ങൾക്ക് കാലിക്കറ്റിൽ അലോട്ട് ചെയ്ത് വരാൻ ചാൻസ് ഉള്ളൂ. ആൻഡ് ഈ ഒരു കാര്യം ഇവിടെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങളിപ്പം കാലിക്കറ്റിലെ BA എക്കണോമിക്സിന് കൊടുത്തെന്ന് വിചാരിച്ചു, ആ സെന്ററില് ചുരുങ്ങിയത് 49 അല്ലെങ്കിൽ 50 ആ ഒരു ഇതിൽ കുട്ടികൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് വരുള്ളൂ, സിറ്റി അലൗഡ് ആയിട്ട് വരുള്ളൂ. സോ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അതിപ്പോ നമുക്ക് എങ്ങനെ മനസ്സിലാവുക ഏത് സിറ്റിയാണ് നമുക്കുള്ളത്, 49 കുട്ടികൾ എഴുതുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതെല്ലാം കൃത്യമായിട്ട് നമ്മളെ അഡ്മിറ്റ് കാർഡ് ഞാൻ പറഞ്ഞല്ലേ ഏപ്രിൽ 17 മുതൽ വന്ന് തുടങ്ങുന്നത്. നോർമലി ഏപ്രിൽ 17 എല്ലാവർക്കും വരൂല, നമ്മളെ എക്സാം എന്നാണോ നടക്കുന്നത് അതിനൊരാഴ്ച മുമ്പ് മുതലാണ് നമുക്ക് വന്ന് തുടങ്ങുള്ളൂ. സോ ആ ഒരു അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏത് സിറ്റിയാണ് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ളത് എന്നുള്ളത്. സോ അത്ര ട്രാവലിംഗ് ഒരു പ്രശ്നമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, എന്നാൽ ജാമ്യയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാലിക്കറ്റ് ഒരു സിറ്റി ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. ആൻഡ് ഇനി കോഴ്സസ് അണ്ടർ CUT UG, അതായത് ലാസ്റ്റ് ഇയർ നമുക്ക് ഒരു 15 കോഴ്സോളം നമുക്ക് CUT UGന്റെ അണ്ടറിലൂടെയാണ് ജാമ്യ അഡ്മിഷൻ എടുത്തിരുന്നത്. എന്നാൽ ഈ വർഷത്തും അത് 9 കോഴ്സുകളായിട്ട് കുറച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ എക്കണോമിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഹിസ്റ്ററിയും ഒക്കെ CUTന്റെ അണ്ടറിലായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്രാവശ്യം എടുത്തു മാറ്റി ജാമ്യ ഡയറക്റ്റ് ആണ് അതിനെല്ലാം എക്സാംസ് നടത്തുന്നത്. സോ ഇവിടെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു 9 കോഴ്സ് ഉണ്ടല്ലോ, തുർക്കിഷ്, സംസ്കൃത്, ഫ്രഞ്ച്, സ്പാനിഷ്, ഹിന്ദി, ഉറുദു, കൊറിയൻ ലാംഗ്വേജ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, BSc മൾട്ടി ഡിസിപ്ലിനറി, ഈ കോഴ്സുകൾ മാത്രമാണ് ഇനി നമുക്ക് CUT ത്രൂ ജാമ്യ അഡ്മിഷൻ എടുക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ കോഴ്സുകൾക്കും ജാമ്യ ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എൻട്രൻസ് നടത്താൻ പോകുന്നത്. ആൻഡ് CUT PGന്റെ കാര്യം റഷ്യ നിങ്ങൾ ഇതാക്കും. ഇനി നമുക്ക് ഓരോ ഫാക്കൽറ്റി വൈസ് പോവാണ്ട് അതിനു മുമ്പ് ഇവിടെ ആപ്ലിക്കേഷൻ ഫീന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അഡ്മിറ്റ് കാർഡിന്റെ കാര്യം പറഞ്ഞു, റിസൾട്ട് ഞാൻ പറഞ്ഞു. നമ്മൾ എക്സാം എഴുതിയിട്ട് ഏകദേശം നമുക്ക് ഒരു 1 മന്ത് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ലിസ്റ്റുകൾ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ഫസ്റ്റ് ലിസ്റ്റില് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു എക്സാം എഴുതുന്നത് BA ഹിസ്റ്ററിന്റെ എക്സാം എഴുതിയ BA ഹിസ്റ്ററി എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 1 മാസം കഴിയുമ്പം അതിന്റെ ഫസ്റ്റ് ലിസ്റ്റ് വരാം. ഈ ഫസ്റ്റ് ലിസ്റ്റ് വരുന്ന സമയത്ത് എത്ര സീറ്റാണോ ഉള്ളത് ആ സീറ്റുകളെല്ലാം കവർ ചെയ്തിട്ടേക്കും ആ ലിസ്റ്റ് പുറത്ത് റിലീസ് ചെയ്യുന്നത്. അതിൽ ഏതെങ്കിലും കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ അവരെന്ത് ചെയ്യും, അവിടെ വേക്കൻസി വരാണെങ്കിൽ, അഡ്മിഷൻ എടുക്കാത്തത് മൂലം അവിടെ സീറ്റുകൾ വേക്കൻസി വരാണെങ്കിൽ അവരെന്ത് ചെയ്യും, അടുത്തൊരു ലിസ്റ്റും കൂടി അവരെന്ത് ചെയ്യും, ഔട്ട് ചെയ്യും. ആൻഡ് ആ ലിസ്റ്റിലും വേക്കൻസി വരാണെങ്കിൽ തേർഡ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഇങ്ങനെ ഒരു 4-5-6 ലിസ്റ്റ് എല്ലാം ഔട്ട് ചെയ്തിട്ടും വേക്കൻസി ഇനിയും ബാക്കിയാണ് എന്നാണെങ്കിൽ നമുക്ക് ഇനിയും സ്റ്റുഡൻസിന് ആവശ്യമുണ്ട്. അങ്ങനെ സാഹചര്യത്തിൽ ഇപ്പം അവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ ഒക്ടോബർ 31 ആകുമ്പോഴത്തേന് എല്ലാ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും ക്ലോസ് ചെയ്യണമെന്നാണ് UGCന്റെ റെഗുലേഷൻ എന്ന് പറഞ്ഞല്ലോ. സോ ആ ഒരു ടൈം ലൈനും കൂടി അടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, സ്പോട്ട് അഡ്മിഷൻ വിളിക്കും. സോ ആ ഒരു സമയത്ത്
ഇനിയും ഇൻട്രസ്റ്റിലെ കുട്ടികൾ ഉണ്ടെങ്കിൽ, എന്നാൽ ലിസ്റ്റിലൊന്നും വരാണ്ട് എക്സാം എഴുതിയ കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൽഹിയിൽ വന്നിട്ട് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ത്രൂവോ അല്ലെങ്കിൽ നമ്മളെ ഫാക്കൽറ്റി ത്രൂവോ നമുക്ക് സ്പോട്ട് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യുക. അതിലൂടെ നമ്മൾ മെറിറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ അവരെ പരിഗണിക്കുന്നതാണ്. സോ എപ്പോഴാണോ വേക്കൻസി ഫില്ലാകുന്നത് അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റിന്റെയും റിസൾട്ടിന്റെ ലിസ്റ്റുകൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇനിയുള്ളൊരു കാര്യം, നമുക്ക് എൻട്രൻസ് എക്സാമിനെ പറ്റി പറയാനുണ്ട്. സോ ഈ എൻട്രൻസ് എക്സാമിനെ പറ്റി പറയുമ്പം ഇവിടെ നിങ്ങൾക്ക് ഇത്രയും കോഴ്സസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ല 11 ഫാക്കൽറ്റീസ് ഉണ്ട്. അതിലൊരു ഫാക്കൽറ്റിയാണ് ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. ഞാൻ ഇതിലെ UG കോഴ്സ് മാത്രമാണ് ഇപ്പം പറയുന്നത്. PG കോഴ്സസ് ആഫ്റ്റർ ദി സെഷൻ റഷ്യ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഒരു ഡിപ്പാർട്ട്മെന്റ് അറബിക്ക്, അതിൽ നമുക്ക് BA അറബിക് കോഴ്സ് വരുന്നുണ്ട്, വേറെ നമുക്ക് ഇംഗ്ലീഷ് വരുന്നുണ്ട്, PA ഇംഗ്ലീഷ് വരുന്നുണ്ട്. സ്ക്രീന് കാണുന്നില്ലല്ലോ. ഓക്കെ, ജസ്റ്റ് ഇത് ഓൾറെഡി നിങ്ങൾ ജസ്റ്റ് സൂം ചെയ്ത് നോക്കാം. ഓൾറെഡി പ്രോസ്പെക്ട്സിൽ ഉള്ള കാര്യമായിരുന്നു, ഞാൻ ജസ്റ്റ് നിങ്ങളോട് കോപ്പി പേസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓൾറെഡി നമ്മളെ പ്രോസ്പെക്ട്സിൽ കറക്റ്റ് അത് കൊടുത്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? എങ്ങനെ? ക്ലിയർ ആയില്ല? കോഴ്സ് ഉണ്ട്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ ആദ്യം ഫാക്കൽറ്റി വൈസ് പോവാന്ന് വിചാരിച്ചേന്, അതുകൊണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ BA അറബിക് കോഴ്സ് വരുന്നുണ്ട്, BA ഇംഗ്ലീഷ് വരുന്നുണ്ട്, BA ഹിന്ദി, BA ഹിസ്റ്ററി, BA ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് പേർഷ്യയിൽ നമുക്ക് BA വരുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ നമുക്ക് കുറച്ച് ഫോറിൻ കോഴ്സസും അവിടെ വരുന്നുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ്. ഇനി ഉറുദു, നമുക്ക് BA ഉറുദു വരുന്നുണ്ട്, BA സംസ്കൃത് വരുന്നുണ്ട്, ആൻഡ് ഫോറിൻ ലാംഗ്വേജസിലും നമുക്ക് കുറച്ച് BA കോഴ്സുകളെല്ലാം വരുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ആ പ്രോസ്പെക്ട്സ് എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് അതിന്റെ ഡ്യൂറേഷൻ, അതായത് എത്ര സെമസ്റ്റർ ആണ് നമുക്കുള്ളത്, ആൻഡ് എത്ര സീറ്റാണ് ഓരോ കോഴ്സിനും അവൈലബിൾ ആയിട്ടുള്ളത്, ആൻഡ് ആ ഇതിന് നമുക്ക് ഇയർലി വരുന്ന ഫീയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ പ്രോസ്പെക്ട്സിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സും ഈ പറഞ്ഞ കോഴ്സും ആണ് നമുക്ക് എന്തിൽ വരുന്നത്, ഈ ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജസിന്റെ അണ്ടറിൽ നമുക്ക് വരുന്നത്. ആൻഡ് ഇനി നമുക്ക് വരുന്ന ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ് ആണ്. ഇതിന്റെ അണ്ടറിൽ നമുക്ക് ഒരു കോഴ്സ് വരുന്നത് BCom വരുന്നുണ്ട്, BBA വരുന്നുണ്ട്, BA എക്കണോമിക്സ് വരുന്നുണ്ട്, BA സോഷ്യൽ വർക്ക് വരുന്നുണ്ട്, BA പൊളിറ്റിക്കൽ സയൻസ്, BA സൈക്കോളജി, BA സോഷ്യോളജി വരുന്നുണ്ട്. ആൻഡ് സാക്കിർ ഹുസൈൻ ക്ലിയർ ആവുന്നില്ല, സൗണ്ട് ക്ലിയർ ആവാത്ത ഇഷ്യൂ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കോ, സൗണ്ട് കുറവാണെന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. സോ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിന്റെ അണ്ടറിൽ നമുക്ക് ഈ കോഴ്സസ് എല്ലാം നമുക്ക് UG കോഴ്സസ് ആയിട്ട് വരുന്നത്. അതായത് ഞാൻ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതിലെല്ലാം നമുക്ക് എന്ത് വരുന്നുണ്ട്, ഈ BA ഹോണേഴ്സ് എന്നുള്ളത് വരുന്നുണ്ട്. UG കോഴ്സിന്റെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ ഫാക്കൽറ്റീസ് ഡിസ്കഷൻ ചെയ്തതിന് ശേഷം ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഇതിൽ നമുക്ക് ഒരു വെറൈറ്റി ആയുള്ള കോഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 4 ഇയർ BA മൾട്ടി ഡിസിപ്ലിനറി പറഞ്ഞൊരു കോഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഈ 4 ഇയർ BA മൾട്ടി ഡിസിപ്ലിനറി പറഞ്ഞ കോഴ്സ് അത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലൊന്നല്ല അത് വരുന്നത്, ഡയറക്റ്റ് ആയിട്ട് ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. ആൻഡ് ആ മൾട്ടി ഡിസിപ്ലിനറിയിലെ ടേം തന്നെ ഉണ്ട്, അതായത് ഒരുപാട് സബ്ജക്റ്റുകൾ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ആ ഒരു കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അറിയുകയാണെങ്കിൽ BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പം അത് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും നമ്മുടെ മേജർ ആയിട്ട് വരുന്നത്. ബട്ട് ഇവിടെ 4 ഇയർ BA മൾട്ടി ഡിസിപ്ലിനറിയിൽ നമുക്ക് പ്രത്യേകമായിട്ടൊരു മേജർ സബ്ജക്റ്റ് ഉണ്ടാവില്ല. നമുക്ക് അവിടെ മറിച്ച് ഒന്നും കൂടി ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഫീൽഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഒരേ സമയത്ത് നിങ്ങൾക്ക് അവിടെ സോഷ്യോളജി പഠിക്കുക, പൊളിറ്റിക്സ് പഠിക്കുക, എക്കണോമിക്സ് പഠിക്കുക, അങ്ങനെ ഒരു 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരേ സമയത്ത് മേജർ പേപ്പർ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അതാണ് ആ ഒരു കോഴ്സിന്റെ പ്രത്യേകത വരുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ സാക്കിർ ഹുസൈൻ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് BA കോഴ്സുകൾ വരുന്നുണ്ട്. ആൻഡ് അടുത്തത് വരുന്നത് ഫാക്കൽറ്റി ഓഫ് സയൻസ് ആണ്. ഫാക്കൽറ്റി ഓഫ് സയൻസിന് അണ്ടറിൽ നോർമലി നമുക്ക് അറിയാൻ പോകുന്ന കെമിസ്ട്രിയിൽ BSc കെമിസ്ട്രി വരുന്നുണ്ട്, BSc ഓണേഴ്സ് കെമിസ്ട്രി, BSc ഓണേഴ്സ് ഫിസിക്സ്, ആൻഡ് ജോഗ്രഫി നമുക്ക് ഇതിന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ മാത്തമെറ്റിക്സ് വരുന്നുണ്ട്, അത് BSc ഓണേഴ്സ് മാത്തമെറ്റിക്സ് ഉണ്ട്, BSc ഓണേഴ്സ് അപ്ലൈഡ് മാത്തമെറ്റിക്സും വരുന്നുണ്ട്. ആൻഡ് ഫിസിക്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്സിന്റെ കാര്യം പറഞ്ഞു. കമ്പ്യൂട്ടർ സയൻസ് ആണ് പിന്നെ നമുക്ക് വരുന്നത്. പക്ഷെ കമ്പ്യൂട്ടർ സയൻസിൽ BSc ഓണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് അത് ഈ വർഷം പുതിയതായിട്ട് വന്നൊരു കോഴ്സ് പോലെയാണ് വരുന്നത്. സോ ഈ ഒരു ബേസിക് ആയ കാര്യങ്ങളാണ് ഫാക്കൽറ്റി ഓഫ് സയൻസിന്റെ അണ്ടറിൽ നമുക്ക് വരുന്നത്. ആൻഡ് ഇനി ഫാക്കൽറ്റി ഓഫ് ലൈഫ് സയൻസ് വരുന്നുണ്ട്.
MBA ഒന്ന് പറഞ്ഞു. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. നമ്മളെ PG വരുന്നുണ്ടല്ലോ. ഫസ്റ്റ് UG കവർ ചെയ്തതിനു ശേഷം PGയിലേക്ക് വരാന്ന് വിചാരിച്ചാണ്. ആൻഡ് ലൈഫ് സയൻസിന്റെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ BSc ബയോസയൻസും BSc ബയോടെക്നോളജിയും ഇങ്ങനെ 2 കോഴ്സാണ് ആ ഒരു ഫാക്കൽറ്റിന്റെ അണ്ടറിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് വരുന്നത്. ആൻഡ് ഇനി ഫാക്കൽറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ നമുക്കറിയാം B.Ed പോലെ കോഴ്സുകൾ അങ്ങനെ വരുന്നുണ്ട്. ആൻഡ് ഇനി ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ അണ്ടറിലാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കോഴ്സ് വരുന്നുണ്ട്. അതോടൊപ്പം ആ ഒരു കോഴ്സാണ് മെയിനായിട്ട് ഇവിടെ ഡിഗ്രി ലെവലിൽ വരുന്നത്. PG ലെവലിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി കോഴ്സസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജാമ്യത്ത് വരുന്നുണ്ട്. ആൻഡ് അടുത്തത് ഫാക്കൽറ്റി ഓഫ് ലോ ആണ്. ഇവിടെ നമുക്ക് BA LLB വരുന്നുണ്ട്. ആൻഡ് BA LLB സെൽഫ് ഫിനാൻസിന് നമുക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ടോട്ടൽ സീറ്റ് 60 സീറ്റാണ് BA LLB ഹോണേഴ്സ് ഉള്ളത്. അതേ നമ്പർ ഓഫ് സീറ്റ്സ് ആണ് സെൽഫ് ഫിനാൻസിന് വരുന്നുണ്ട്. ആൻഡ് ഇനി ഫാക്കൽറ്റി ഓഫ് ആർക്കിടെക്ചറിൽ BR പ്രോഗ്രാംസ് നമുക്ക് വരുന്നുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ ഫാക്കൽറ്റി ഓഫ് ഫൈൻ ആർട്സിലും നമുക്ക് BFA പോലെ ബാച്ചുലർ ഇൻ ഫൈൻ ആർട്സ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ആൻഡ് ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് BTech പ്രോഗ്രാംസ് വരുന്നുണ്ട്. അത് ഓക്കെ, സോറി, ജസ്റ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് സ്ലൈഡ് മാറിപ്പോയതാണ്. ഓക്കെ, സോറി. സോ BTech പ്രോഗ്രാംസ് ആയിട്ട് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ്, അതായത് സിവിൽ വരുന്നുണ്ട്, മെക്കാനിക്കൽ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് BTechന് അണ്ടറിലും വരുന്നുണ്ട്. ഇനി ഡെന്റിസ്ട്രീന്റെ അണ്ടറിലും നമുക്ക് BDS എന്നുള്ള ഒരൊറ്റ പ്രോഗ്രാം വരുന്നുണ്ട്. ആൻഡ് ഇതാണ് ഞാൻ വന്ന സെന്റർ ഓഫ് സ്റ്റഡീസ്. ഇവിടെ നമുക്ക് ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞൊരു കോഴ്സ് മാത്രം സെന്റർ ഓഫ് ഫിസിയോതെറാപ്പിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ BVOC മെഡിക്കൽ ലബോറട്ടറി സയൻസ്, അത് ദീൻദയാൽ ഉപാധ്യായ കൗശൽ കേന്ദ്രന്റെ അണ്ടറിലും വരുന്നുണ്ട്. അല്ലാണ്ട് ബാക്കി വരുന്ന എല്ലാ സെന്ററിന്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാംസും നമുക്ക് PG അല്ലെങ്കിൽ PhD പ്രോഗ്രാംസ് ആയിട്ടാണ് വരുന്നത്. ഇനി ഞാൻ പറഞ്ഞു എൻട്രൻസ്, ജാമ്യം നടത്തുന്ന എൻട്രൻസ് ആണ് മെജോറിറ്റി കോഴ്സിന് പറഞ്ഞു. അതിൽ നമുക്ക് കുറച്ച് എക്സെപ്ഷൻ വരുന്ന കോഴ്സ്, ഒന്ന് നമ്മളെ BDS കോഴ്സ്, അതായത് ഡെന്റിസ്ട്രിന്റെ ഒരു കോഴ്സ് എക്സെപ്ഷൻ ആണ്. അതേപോലെ തന്നെ നമ്മളെ BR കോഴ്സ്, അതായത് ആർക്കിടെക്ചർ കോഴ്സസും ആൻഡ് നമ്മളെ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ കോഴ്സസും, ഇത് മൂന്നും നമുക്ക് എക്സംഷൻ ക്യാൻസൽ ആയിട്ട് വരുന്നുണ്ട്. അതായത് BR കോഴ്സ്, ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഒരിക്കലും ജാമ്യം നടത്തുന്നത് CUT ത്രൂ അല്ല വരുന്നത്, മറിച്ച് അവർക്ക് അറിയാണ്ടാവും എക്സ്പീരിയൻസിനല്ല, അവർക്ക് നാഷണൽ ലെവൽ എക്സാമിനേഷൻ ഉണ്ട്, NATA അഥവാ NATA എക്സാമിനേഷൻസ് വരുന്നുണ്ട്. ആ ഒരു എക്സാമിനേഷൻ ത്രൂ ആണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, അതിലെ റാങ്കിങ് അനുസരിച്ചാണ് ജാമ്യം അഡ്മിഷൻ എടുക്കുന്നത്. അതിന്റെ ടെക്നോളജിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരെ JEE എക്സാം വരുന്നുണ്ടല്ലോ, അതിലൂടെയാണ് ജാമ്യം എന്ത് ചെയ്യുന്നത്, സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് ഇനി ഡെന്റിസ്ട്രീന്റെ JEY കിട്ടുമെന്ന് കേട്ടു. അതെ, അതിനാണ് ഉദ്ദേശിച്ചത്. JEE ത്രൂ ആണ് ജാമ്യം എന്ത് ചെയ്യുന്നത്, ഈ ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് അതിലേക്കുള്ള സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് ഡെന്റിസ്ട്രിന്റെ കേസിലാണെങ്കിലും നമുക്ക് അവിടെയും ഈ ഒരു സെയിം സംഭവം, അതായത് നീറ്റ് എക്സാം ത്രൂ ആണ് അവർ ചെയ്യുന്നത്. നീറ്റ് എക്സാമിലൂടെ നമ്മൾ എക്സാം ചെയ്തും, ഇപ്പം ഞാൻ പറഞ്ഞ ഈ 3 കോഴ്സ് ആണെങ്കിലും നീറ്റ്, JEE അഥവാ NATA, ഈ 3 എക്സാമിനേഷൻസ്, ആദ്യം നമ്മൾ ഈ 3 എക്സാമിനേഷൻസ് ചെയ്തും ആൻഡ് അതിലെ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവുമല്ലോ, ആ ആപ്ലിക്കേഷൻ നമ്പർ എന്ത് ചെയ്യും, ജാമ്യന്റെ ആപ്ലിക്കേഷൻ ഇപ്പൊ അത് ആ ഒരു എക്സാം എഴുതുന്നുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ജാമ്യന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല. നിങ്ങൾ ജാമ്യന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തായാലും കൊടുക്കണം. ആൻഡ് ആ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾ ഈ പറഞ്ഞ 3 എക്സാമിനേഷൻ ഉണ്ടല്ലോ, JEE, നീറ്റ്, NATA, ഈ എക്സാമിനേഷൻസ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. ആ നമ്പർ നിങ്ങൾ എവിടെ പ്രൊവൈഡ് ചെയ്യണം, ജാമ്യന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിൽ നിങ്ങളോട് ചോദിക്കും, അവിടെ നിങ്ങൾ കൊടുക്കണം. എന്നിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, മെറിറ്റ് ബേസിൽ സ്റ്റുഡൻസിനെ അവർ തിരഞ്ഞെടുക്കുന്നത്. സോ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്, ഇത്രയും സെന്റേഴ്സ് ആണുള്ളത്. ഞാൻ ഈ കോഴ്സസ് എല്ലാം ഞാൻ ഒന്ന് ഓടിച്ചിട്ടാണ്, കാരണം പ്രോസ്പെക്ടസിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമയം ഒരുപാട് അതുകൊണ്ട് കൺസ്യൂം വേണ്ടി വരും. ആൻഡ് ഇനി കോച്ചിങ്ങിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സെൽഫ് സ്റ്റഡി, ഏത് വഴിയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് സ്റ്റഡി തന്നെ ചെയ്യാം. ബട്ട് മോർ ദാൻ സെൽഫ് സ്റ്റഡി എപ്പോഴും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. കാരണം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം അവർക്ക് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഐഡിയ അവരുടെ കയ്യിലുണ്ടാവും. അതായത് എങ്ങനെയാണ് ഓരോ വർഷവും എൻട്രൻസിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെ എൻട്രൻസ് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ അവർക്ക് വെൽ അതിൽ ഡിഫൈൻ ചെയ്ത ഐഡിയ അവരുടെ കയ്യിലുണ്ടാവും. സോ അങ്ങനെ ഒരു ഗൈഡൻസ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് ജാമ്യ പോലുള്ള എക്സാംസ് എഴുതുമ്പം അതിന്റെ പ്രിപ്പറേഷന്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിട്ട് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം
ലാസ്റ്റ് ഇയർ പെട്ടെന്നായിരുന്നു ചില കോഴ്സുകളിലൊക്കെ സിലബസ് മാറിയത്. സിലബസ് മാറാൻ മീൻസ് അതിന്റെ എൻട്രൻസിന്റെ സിലബസ് മാറിയത്. സോ നമ്മളിത് നോർമലി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അറിഞ്ഞെന്ന് വരില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഈ കോഴ്സുകളെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ചില എക്സാമിനേഷൻ എല്ലാം ജാമ്യ കോമ്പൈൻ ചെയ്തിട്ടാണ് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യോളജിന്റെ BS സോഷ്യോളജി എക്സാം ജാമ്യം നടത്തുന്നത് BA സൈക്കോളജിയും അതോടൊപ്പം തന്നെ BA BSc ജോഗ്രഫി, ഈ 3 എക്സാമിനും ഈ 3 കോഴ്സിനും കൂടി ജാമ്യ ഒരൊറ്റ എക്സാമാണ് ജാമ്യം നടത്തുന്നത്. സോ ഈ ഒരൊറ്റ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 കോഴ്സുകളിലേക്കുള്ള വാതിലാണ് നിങ്ങളെ മുമ്പിൽ എന്ത് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആൻഡ് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എല്ലാം പറയുമ്പം അത് നമുക്ക് ഓരോ എക്സാം ഓരോ ഇയറിനനുസരിച്ചായിരിക്കും മാറിക്കൊണ്ടിരിക്കും. അതിൽ ചിലപ്പോൾ ഈ സിലബസ് മാറുന്നത് ഒരു ഫാക്ടർ ആയിരിക്കാം, കോമ്പറ്റീഷൻസ് കൂടുന്നത് ഒരു ഫാക്ടർ ആയിരിക്കും. നോർമലി ഒരു 42 സീറ്റൊക്കെയാണ് നമുക്ക് മാക്സിമം പൊളിറ്റിക്കൽ സയൻസ് പോലെ UG കോഴ്സിനൊക്കെ വരുന്നത്. അതിന് ചിലപ്പം അറൗണ്ട് ഒരു 6000 to 10,000 സ്റ്റുഡൻസ് ഒക്കെ എഴുതാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇതിൽ ഇമ്പോർട്ടൻസോട് കൂടി എഴുതുന്ന ആൾക്കാർ കുറവായിരിക്കും. അവിടെയാണ് നമ്മളെ പോസിബിലിറ്റി അല്ലെങ്കിൽ നമ്മളെ ഒരു ചാൻസ് ഓപ്പൺ ചെയ്തു വരുന്നത്. നമ്മളത് കൃത്യമായ ഗൈഡൻസോട് കൂടി നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്ലാനോട് കൂടിയാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നല്ലൊരു റിസൾട്ടും ഈവൻ നമ്മൾ ഒരുപാട് മലയാളീസിന് ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ജാമ്യന്റെ ഇത്തരത്തിലുള്ള എക്സാംസിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും റാങ്ക്സ് ഓൾ ഇന്ത്യ ലെവലിൽ നേടുന്ന മലയാളീസ് ഉണ്ട്. സോ ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തു പോവാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് വരുന്നുള്ളൂ, ഇവിടെ നമുക്ക് വരുന്നുള്ളൂ. സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് UG കോഴ്സസിനെ പറ്റിയും ആൻഡ് ജാമ്യന്റെ ഓൾ ടോട്ടൽ ആയിട്ടുള്ള കോഴ്സുകളെ കാര്യങ്ങളൊക്കെ പറ്റി പറയാനുള്ളത്. ഞാനിവിടെ ജാമ്യന്റെ എൻട്രൻസ് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ജാമ്യയിലേക്ക് എൻട്രൻസിന് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ആ ഒരു അപ്ലിക്കേഷൻ ഫോം, അതിൽ കൊടുത്ത ഫോട്ടോ ആൻഡ് ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ്, ആധാർ കാർഡ് ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ജാമ്യയിൽ വന്ന്, ജാമ്യ മാത്രമാണ് സെന്റർ എങ്കിൽ ഇവിടെ വന്ന് എക്സാംസ് ചെയ്താൽ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ സെന്റർ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് എക്സാം എഴുതാം. സോ ജാമ്യന്റെ ഡെഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്, ജാമ്യന്റെ ഇൻഫ്രാസ്ട്രക്ചർ കവർ ചെയ്തിട്ടുണ്ട്, ആൻഡ് അപ്ലിക്കേഷൻസ്, റിസൾട്ട്, എൻട്രൻസ് എക്സാമിനേഷൻസ്, റിസൾട്ട് ആൻഡ് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് ജാമ്യനെ പറ്റി ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഇനി ഫർദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ PG ഇതും കൂടി വരുന്നുണ്ട്, സെഷനും കൂടി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ല? ഓക്കെ. അപ്പൊ ഡേറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ അമൻഷ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. April 10 ഡേറ്റ് കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്. ഇന്നിപ്പോ April 6 ഇനി ഒരു 4 ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ. കാരണം ലാസ്റ്റിലേക്ക് ആവുമ്പോൾ സൈറ്റ് ജാം ആയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കൊടുക്കാത്തവരാണെങ്കിൽ അധികം ലേറ്റ് ആക്കാണ്ട് വേഗം തന്നെ കൊടുക്കുക. ഇനി കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് ടെൻഷൻ എടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോടും പറയാനുള്ളത്, നമുക്ക് എഡിറ്റിംഗിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. April 12 to April 14 വരെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ബാക്കി ഡേറ്റ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആയാലും കോഴ്സസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫീസിന്റെ കാര്യം ആക്ച്വലി കുറെ പേര് ഡൗട്ട് ചെയ്യും. OBC കാറ്റഗറിക്ക് എത്രയാണ്, ജനറലിന് എത്രയാണ്, എൻട്രൻസ്. ഇതിന്റെ അപ്ലിക്കേഷൻ ഫീസിൽ ആക്ച്വലി അങ്ങനെ കാറ്റഗറി വൈസ് ചേഞ്ച് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഈ ഫാക്കൽറ്റീസിന്റെ ബേസിലാണ് നമുക്ക് അപ്ലിക്കേഷൻ ഫീസിൽ ചേഞ്ച് വരുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ ഫാക്കൽറ്റി, ഈ പറഞ്ഞ മെൻഷൻ ചെയ്ത ഫാക്കൽറ്റീസ് അതുപോലെ സെന്റേഴ്സിൽ മാത്രം 1000, അതല്ലാത്ത ഫാക്കൽറ്റീസിലെല്ലാം 700. അങ്ങനെയാണ്. കാറ്റഗറി വൈസിൽ അപ്ലിക്കേഷൻ ഫീൽ ഒരു ചേഞ്ചും വരുന്നില്ല കേട്ടോ. then മൾട്ടി സെന്റർ എക്സാം, മൾട്ടി എക്സാം സെന്റർ വരുന്ന കോഴ്സസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം ഒക്കെ എക്സാം സെന്റേഴ്സ് വരുന്നുണ്ട്. മൾട്ടി സെന്റർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം സെന്റേഴ്സ് ഉള്ള, ഈ പറയുന്ന ഇത്രയും സെന്റേഴ്സ് ഉള്ള കോഴ്സസ് ആണ്. അപ്പൊ അതിൽ നമ്മൾ PG കോഴ്സസ് വരുന്നത് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള MCA, MBA, MTech, പിന്നെ MSW, MA എക്കണോമിക്സ്, MA സൈക്കോളജി, പിന്നെ MSc ബയോസയൻസ്. ഓക്കെ, ഇത്രയൊക്കെയാണ്. പിന്നെ MA ഹിസ്റ്ററി. ഇത്രയൊക്കെയാണ് നമുക്ക് നാട്ടിലും സെന്റർ വരുന്ന കോഴ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ്. പിന്നെ CUET പേജിന്റെ അണ്ടറിൽ വരുന്നത്. അതായത് എല്ലാ എക്സാംസും ജാമ്യന്റെ എൻട്രൻസിന്റെ അണ്ടറിലല്ല വരുന്നത്. ചിലത് CUET പേജിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതിൽപ്പെട്ട കോഴ്സസ് ആണ് ഈ പറയുന്നത്. MSc ഇലക്ട്രോണിക്സ്, MA സാൻസ്ക്രിറ്റ്, അങ്ങനെ പറയുന്ന സ്ക്രീനിൽ കാണിച്ചുള്ള കുറച്ച് കോഴ്സസ് ഉണ്ട്. ഇതൊക്കെ CUET പേജിന് അണ്ടറിൽ വരുന്നതാണ്, ജാമ്യന്റെ എൻട്രൻസിന് അണ്ടറിൽ വരുന്നതല്ല. ഓക്കെ,
അപ്പോ നമുക്ക് എന്നാ അധികം ലേറ്റ് ആക്കാണ്ട് ഓരോ കോഴ്സ് വൈസ് അങ്ങനെ നമുക്ക് നോക്കാന്ന് കരുതുന്നു. അപ്പൊ അമൻ ഷാ പറഞ്ഞ പോലെ ഇവിടെ ഡിഫറെന്റ് ഫാക്കൽറ്റീസ് ഉണ്ട്. ഈ ഓരോ ഫാക്കൽറ്റീസിനുണ്ടെങ്കിലും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ്സിന്റെ അണ്ടറിൽ തന്നെ പല സ്പെഷ്യലൈസേഷൻസ് ഉള്ള PG വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ അണ്ടറിൽ 3 ടൈപ്പ് ഓഫ് എന്താ പൊളിറ്റിക്കൽ സയൻസ് ലൈക്ക് MA പൊളിറ്റിക്കൽ സയൻസ്, MA ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വ്യത്യസ്തതരമായ PGs വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സസും കുറെ വെറൈറ്റി ഓഫ് കോഴ്സസ് വരുന്ന ഒരു ക്യാമ്പസ് ആണ് ജാമ്യ. നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പൊ ആദ്യമായിട്ട് ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജസ് ആണ്. അതിന്റെ അണ്ടറിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറബിക്. അതിൽ PG കോഴ്സ് വരുന്നത് MA അറബിക് വരുന്നുണ്ട്. അതിൽ എന്താ സീറ്റ്സിന്റെ അവൈലബിലിറ്റിയും ഫീസും ഒക്കെ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പ്രോസ്പെക്ടസിൽ ഉണ്ട്. ഞാൻ ഓരോന്നും പറഞ്ഞ് ചർപ്പിക്കുന്നില്ല. അപ്പൊ MA അറബിക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ അതല്ലാതെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡിഫറെന്റ് കൈൻഡ് ഓഫ് PG ഡിപ്ലോമാസും അതുപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈമും ഫുൾ ടൈമും ആയിട്ട്. അപ്പൊ സർട്ടിഫിക്കറ്റ് കോഴ്സും ഡിപ്ലോമ കോഴ്സസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ദെൻ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. അവിടെ വരുന്ന PG കോഴ്സ് എന്ന് പറയുന്നത് MA ഇംഗ്ലീഷ് ആണ്. ആൻഡ് വേറെ ഡിപ്ലോമ കോഴ്സും സർട്ടിഫിക്കറ്റ് കോഴ്സസ് വരുന്നുണ്ട്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദി, അതിൽ MA ഹിന്ദി ആണ് വരുന്നത്. പിന്നെ MA മാസ് മീഡിയ ഹിന്ദി വരുന്നുണ്ട്. രണ്ടാണ് അവിടുത്തെ PG കോഴ്സ്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ MA ഹിസ്റ്ററി വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിൽ MA ഇസ്ലാമിക് സ്റ്റഡീസ് വരുന്നുണ്ട്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേർഷ്യൻ, അതിൽ MA പേർഷ്യൻ വരുന്നുണ്ട്. അതല്ലാതെ പിന്നെ എന്താ അറിയോ, നമ്മുടെ ജാമ്യയില് സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫീസ് അഡീഷണൽ നോർമൽ കോഴ്സിനേക്കാൾ ഫീസ് വരുന്ന കോഴ്സാണ് സെൽഫ് ഫിനാൻസിങ്. അപ്പൊ സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള കുറച്ച് കോഴ്സസ് വരുന്നുണ്ട്. അപ്പോ പിന്നെ കുറെ ഡിപ്ലോമ കോഴ്സസ് പാർട്ട് ടൈം പറയുന്നുണ്ട്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഉറുദു, അവിടെ MA ഉറുദു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സാൻസ്ക്രിറ്റ് MA സാൻസ്ക്രിറ്റ് വരുന്നുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് വരുന്നുണ്ട്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ ലാംഗ്വേജസ്, അതിൽ വരുന്ന PG കോഴ്സ് എന്ന് പറയുന്നത് ഒരു PG കോഴ്സേ ഉള്ളൂ. MA കൊറിയൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ്. ദെൻ കുറെ അഡ്വാൻസ്ഡ് ഡിപ്ലോമാസും സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഒക്കെയാണ് വരുന്നത്. അപ്പോ നിങ്ങൾ ഇത്രത്തോളം കോഴ്സസ് കാണുമ്പോൾ ഇത്രയൊക്കെ ആരെങ്കിലും പഠിക്കണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ കോഴ്സും നമുക്ക് ആവശ്യത്തിലധികം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് ഇവിടെ. അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെ നമ്മളെ ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജ് കഴിഞ്ഞു. ഇനി അടുത്തത് ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ് ആണ്. ഇതില് നമുക്ക് ആദ്യം ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡൾട്ട് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സാണ് MA or MSc ഡെവലപ്മെന്റ് എക്സ്റ്റൻഷൻ. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് ബിസിനസ് സ്റ്റഡീസിന്റെ അണ്ടറിൽ വരുന്നതാണ് MCOM വരുന്നുണ്ട്, ബിസിനസ് മാനേജ്മെന്റ് വരുന്നുണ്ട്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ഒക്കെ ഇവിടെ പൊതുവെ ഒരുപാട് മലയാളീസ് കാണാറുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് MA എക്കണോമിക്സ്. അപ്പോൾ MA എക്കണോമിക്സ് വരുന്നുണ്ട്. അതിന് പുറമെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ സെൽഫ് ഫിനാൻസ്ഡ് ആയിട്ടുള്ള PG കോഴ്സ് ഉണ്ട്. MSc ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അനലിറ്റിക്സ് വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ വർക്ക്, ഇവിടെ ആരോ HRMന്റെ ഒരു ഡൗട്ട് ഞാൻ കമന്റ്സിൽ കണ്ടിരുന്നു. അപ്പോൾ HRM ആക്ച്വലി വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്കിന്റെ അണ്ടറിലാണ് HRM വരുന്നത്. സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ അണ്ടറിൽ വരുന്ന 2 PG കോഴ്സസ്, ഒന്ന് MSW ആണ്, പിന്നെ ഒന്ന് MA HRM, MA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് വരുന്നത്. ഓക്കെ. പിന്നെ ഈ കോഴ്സസിലൊക്കെ ഈ സോഷ്യൽ വർക്കിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ആക്ച്വലി ഇവിടെ സൈഡിൽ ഒരു ഫീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കോഴ്സസിന് ഇതിന് പുറമെ അഡീഷണൽ ആയിട്ട് എന്താണ് അഡീഷണൽ ആയിട്ട് നമുക്ക് വേറെ ഫീസ് വരുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ നമുക്ക് ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ ലാബ് വർക്ക് അങ്ങനെ കുറച്ച് ഫീസ് വരുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പൊ പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽ പറയുന്നുണ്ട് എത്ര കൂടുതൽ, എന്തിനാ കൂടുതൽ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജിന്റെ അണ്ടറിൽ MA സോഷ്യോളജി ആണ് വരുന്നത്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിന്റെ അണ്ടറിൽ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ചില ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒന്നിലധികം PG കോഴ്സസ് ഉണ്ട്. അപ്പൊ ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ അണ്ടറിൽ MA പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, MA ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി, അതാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇവിടെ ലൈക്ക് സൈക്കോളജി ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു കാണണം. കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങളുടെ ബാച്ച് വരെ MA അപ്ലൈഡ് സൈക്കോളജി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഇയർ മുതൽ അവരുടെ MA സൈക്കോളജി MA സൈക്കോളജി മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ മാറ്റിയ സിലബസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ പേര് കോഴ്സിന്റെ നെയിം എന്ന് പറയുന്നത് അപ്ലൈഡ് സൈക്കോളജി ടു വെറും MA സൈക്കോളജി ആക്കിയിട്ടുണ്ട്.
പുറമെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്, അഡ്വാൻസ് ഡിപ്ലോമ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ നമ്മുടെ ജാക്കിർ ഹുസൈൻ ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിൽ MA ലൈബ്രറി സയൻസ് വരുന്നുണ്ട്, മാസ്റ്റർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് വരുന്നുണ്ട്. അതാണ് ഇവിടെ വരുന്ന കോഴ്സ്. ഇതാണ് ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ്. ഇനി അടുത്തത് ഫാക്കൽറ്റി ഓഫ് സയൻസ് ആണ്. ഫാക്കൽറ്റി ഓഫ് സയൻസിൽ പറഞ്ഞ പോലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രിന്റെ അണ്ടറിൽ വരുന്നത് MSc കെമിസ്ട്രി. അതും ഡിഫറെന്റ് സ്പെഷ്യലൈസേഷൻ മെറ്റീരിയൽസ് ഇൻ ഓർഗാനിക് ഫിസിക്കൽ അങ്ങനെ ഡിഫറെന്റ് സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. അവിടെ വരുന്ന PG കോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് MSc ബയോ ഇൻഫോർമേറ്റിക്സ് ആണ്, അത് സെൽഫ് ഫിനാൻസ്ഡ് ആണ്. പിന്നെ അതുപോലെ MCA വരുന്നുണ്ട്, MSc AML വരുന്നുണ്ട്, അതും സെൽഫ് ഫിനാൻസ്ഡ് ആണ്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജോഗ്രഫിക്സ്, അതിൽ വരുന്ന PG കോഴ്സസ് ഒന്ന് MA ഓർ MSc ജോഗ്രഫി ആണ്. MSc ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് ക്ലൈമറ്റ് സസ്റ്റൈനബിലിറ്റി, അതും സെൽഫ് ഫിനാൻസിങ് ആണ്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ്, അതിൽ വരുന്ന കോഴ്സ് MSc മാത്തമാറ്റിക്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. പിന്നെ MA or MSc മാത്തമാറ്റിക്സ് വെറും മാത്തമാറ്റിക്സ്, അത് സെൽഫ് ഫിനാൻസിങ് ആണ്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിൽ MSc ഫിസിക്സ് വരുന്നുണ്ട്. അടുത്തത് ഫാക്കൽറ്റി ഓഫ് ലൈഫ് സയൻസ് ആണ്. ഇവിടെ MSc ബയോ സയൻസും ബയോ കെമിസ്ട്രിയും MSc മൈക്രോബയോളജി ആണ് വരുന്നത്. ഇതിൽ തന്നെ ബയോ കെമിസ്ട്രി മൈക്രോബയോളജി സെൽഫ് ഫിനാൻസിങ് ആണ്, ബയോ സയൻസ് മാത്രമാണ് നോർമൽ ആയിട്ട് വരുന്നത്. ദെൻ ബയോടെക്നോളജി, ബയോടെക്നോളജിയിൽ MSc ബയോടെക്നോളജി വരുന്നുണ്ട്. അപ്പൊ MSc ബയോടെക്നോളജി എടുക്കുന്നെങ്കിലും ഇവര് നമ്മുടെ ജാമ്യന്റെ സ്കോർ അല്ലാതെ ഗേറ്റ് ബി എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് ബയോടെക്കിന്. അപ്പൊ അതും കൂടെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കാം. ദെൻ ഫാക്കൽറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷണൽ സ്റ്റഡീസ് വരുന്നുണ്ട്. അതിന്റെ അണ്ടറിൽ MA എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, MEd, അതുപോലെ MA ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്, ഈ 3 കോഴ്സസ് ആണ് വരുന്നത്. ഇതൊന്നും സെൽഫ് ഫിനാൻസിങ് അല്ല. പിന്നെ അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്നത് PG കോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് MA എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ MEd ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതും രണ്ട് എന്താ പറയുക സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. ഒന്ന് MEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഷ്വൽ ഇമ്പയർമെന്റും, പിന്നെ അതുപോലെ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി. ഇങ്ങനെ രണ്ട് സ്പെഷ്യലൈസേഷനിൽ MEd ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ഒരു ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ്. ഓക്കെ, ചെറിയൊരു PPT മാറിപ്പോയിട്ടുണ്ട്. അത് അല്ല കറക്റ്റ് തന്നെ. അപ്പൊ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ അണ്ടറിൽ വരുന്നത് ഓക്കെ MBA നെ കുറിച്ച് ആരോ ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് ആദ്യം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് വരുന്നുണ്ട്. അതിൽ വരുന്ന PG കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് MTTM ആണ് വരുന്നത്. അതിന്റെ സീറ്റും ഫീസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ഇയർ ആണ്. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് ഹോസ്പിറ്റൽ സ്റ്റഡീസ് വരുന്നുണ്ട്. അതില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് MBA രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വരുന്നുണ്ട്. ആക്ച്വലി ഫീസ് എങ്ങനെയുണ്ടോ 52,000 ആണ്. കഴിഞ്ഞ കൊല്ലം വരെ അത് 1 lakhന്റെ അടുത്തായിട്ടായിരുന്നു. അപ്പൊ ഇത്തവണ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഫീസിലായാലും കോഴ്സസിലായാലും വന്നിട്ടുണ്ട്. അപ്പൊ MBA ഒക്കെ ഫീസ് കുറഞ്ഞതൊരു ഭയങ്കര കുറവായിരുന്നു, പകുതിയോളം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ MBA ഇൻ ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റ് റെഗുലറും സെൽഫ് ഫിനാൻസിങ് അതുപോലെ ഇൻഡസ്ട്രി സ്പോൺസേർഡ്, അങ്ങനെ 3 ഇതിൽ വരുന്നുണ്ട്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് വെച്ചത്. ഇതിന്റെ അണ്ടറിൽ MBA അതുപോലെ പിന്നെ MBA എക്സിക്യൂട്ടീവ്, MBA ഇന്റർനാഷണൽ ബിസിനസ്, MBA ഇന്നോവേഷൻ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന 3 സെൽഫ് ഫിനാൻസ്ഡ് കോഴ്സ് വരുന്നുണ്ട്. അപ്പോ ഇത്രയാണ് ഒരു മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ MBA കുറിച്ച് പറയാനുള്ളത്. ദെൻ ഫാക്കൽറ്റി ലോ, അതില് ഓക്കെ LLM റെഗുലറും LLM സെൽഫ് ഫിനാൻസ്ഡും ആണ് വരുന്നത്. അതിന്റെ സീറ്റും ഫീസും ഒക്കെ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫാക്കൽറ്റി ഓഫ് ആർക്കിടെക്ചർ ആൻഡ് എക്കിസ്റ്റിക്സ്, അതില് ആദ്യം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ആണ്. ഇതില് MRK എന്ന് ഡിഫറെന്റ് സ്പെഷ്യലൈസേഷൻസിൽ വരുന്നുണ്ട്. MRK ഇൻ ആർക്കിടെക്ചർ, പെഡഗോഗി, ഹെൽത്ത് കെയർ ആർക്കിടെക്ചർ, ബിൽഡിംഗ് സർവീസസ്, റീക്രിയേഷണൽ ആർക്കിടെക്ചർ, അർബൻ റീജനറേഷൻ, എക്കിസ്റ്റിക്സ്, ഇത്രയും കൈൻഡ് ഓഫ് MRK വരുന്നുണ്ട്. ദെൻ PG ഡിപ്ലോമ വരുന്നുണ്ട്. അത് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാനിംഗ് ആണ്. അതിനുള്ള വരുന്നത് മാസ്റ്റർ ഓഫ് പ്ലാനിംഗ്, അർബൻ ആൻഡ് റീജിയണൽ പ്ലാനിംഗ് ആണ്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസൈൻ ആൻഡ് ഇന്നോവേഷൻ, അതിനുള്ള വരുന്നത് മാസ്റ്റർ ഓഫ് ഡിസൈൻ MTech ആണ് വരുന്നത്.
ഓക്കെ, ഇനി ഫാക്കൽറ്റി ഓഫ് അടുത്തൊരു ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റി ഓഫ് ഫൈൻ ആർട്സ് ആണ്. അപ്പൊ അതില് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. ഒന്നാമത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അപ്ലൈഡ് ആർട്ട് ആണ്. അതിൽ തന്നെ നമുക്ക് എന്താ MSc അപ്ലൈഡ് ആർട്ട് റെഗുലർ ഓഫ് നോർമലും സെൽഫ് ഫിനാൻസിങ് വരുന്നുണ്ട്. അതുപോലെ MSc അപ്ലൈഡ് ആർട്ട് സെൽഫ് ഫിനാൻസ് ഈവനിങ് കോഴ്സും വരുന്നുണ്ട്. പിന്നെ കുറച്ച് സർട്ടിഫിക്കറ്റ് കോഴ്സസ് പറയുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർട്ട് എഡ്യൂക്കേഷൻ, അവിടെ ഈ പറഞ്ഞ പോലെ MFA ആർട്ട് എഡ്യൂക്കേഷൻ നോർമലും സെൽഫ് ഫിനാൻസും വരുന്നുണ്ട്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർട്ട് ഹിസ്റ്ററി ആൻഡ് ആർട്ട് അപ്രിസിയേഷൻ ആണ്. അതിൽ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് കോഴ്സ് എന്ന് പറയുന്നത് MFA ആർട്ട് ഹിസ്റ്ററി ആൻഡ് ആർട്ട് അപ്രിസിയേഷൻ ആണ്. പിന്നെ MFA ക്യൂറേറ്റോറിയൽ പ്രാക്ടീസസ്, MFA ആർട്ട് മാനേജ്മെന്റ്, ഈ കോഴ്സസ് ഒക്കെ വരുന്നുണ്ട്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗ്രാഫിക് ആർട്സ് ഉണ്ട്. അവിടുത്തെ PG കോഴ്സസ് എന്ന് പറയുന്നത് MFA ഗ്രാഫിക് ആർട്ടും പ്രിന്റ് മേക്കിംഗും, MFA ഗ്രാഫിക് ആർട്ടും, പിന്നെ അതേ കോഴ്സിന്റെ സെൽഫ് ഫിനാൻസ് ഈവനിങ്ങും വരുന്നുണ്ട്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെയിന്റിംഗ്, അവിടെ വരുന്ന PG കോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് MFA പെയിന്റിംഗ് റെഗുലർ നോർമൽ ആയിട്ടുള്ളതുണ്ട്. ദെൻ MFA കൺസെപ്ഷൻ ആർട്ട് പ്രാക്ടീസ്, സെൽഫ് ഫിനാൻസിങ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൾപ്ചർ ഉണ്ട്. ആക്ച്വലി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫൈൻ ആർട്സിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഈ അടുത്തായിട്ടാണ്, നമുക്ക് പറയാം ജാമ്യയില് 23ഓളം ഗേറ്റുകളുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമ്യ. ഈ ഓരോ ഗേറ്റിനകത്ത് ഓരോ ഫാക്കൽറ്റീസ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഈ അടുത്തായിട്ടാണ് എനിക്ക് ആർട്സ് അല്ലെങ്കിൽ ഫൈൻ ആർട്സിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഗേറ്റിലേക്ക് പോകാൻ ചാൻസ് കിട്ടിയത്. ബ്യൂട്ടിഫുൾ, നല്ല അടിപൊളി, എന്താ പറയാ, നമ്മുടെ ആ ഒരു നേച്ചർ ആയാലും എൻവയോൺമെന്റ് ആയാലും ആ ഒരു മൊത്തത്തിൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഭയങ്കര രസമാണ്. അവിടെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വരുന്നുണ്ട് കൾച്ചർ, അത് MFA കൾച്ചർ, MFA കൾച്ചർ സെൽഫ് ഫിനാൻസിങ്, അതൊക്കെ ഇവരിൽ വരുന്നുണ്ട്. അടുത്തത് ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ഞാൻ വീണ്ടും ഫൈൻ ആർട്സിന്റെതാണ് കൊടുത്തത്. PDF മേക്ക് ചെയ്തപ്പോ വന്ന ചെറിയൊരു ഫോൾട്ടാണ്. ഞാൻ ഏതായാലും അത് ഇപ്പൊ പറഞ്ഞുതരാം, ഒറ്റ മിനിറ്റ്. പിന്നെ ഞാൻ സ്ക്രീന് പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ കോമെന്റ്സ് എനിക്ക് കാണില്ല. നിങ്ങൾ എന്തെങ്കിലും കോമെന്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ കോഴ്സിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ കമന്റ് സെക്ഷൻ നോക്കിയിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് പറയാൻ വന്നത്. എഞ്ചിനീയറിംഗിന്റെ അണ്ടറിൽ നമുക്ക് വരുന്നത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MTechs നമ്മൾ ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ MTechലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഗേറ്റ് വഴിയും ഉണ്ട്, അതുപോലെ നമ്മളെ ജാമ്യന്റെ എൻട്രൻസ് ഉണ്ട്, അതുവഴിയും ഗേറ്റ് വഴിയും നമുക്ക് MTechൽ കയറാൻ പറ്റും. അപ്പോ നമ്മളെ ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഞാൻ ജസ്റ്റ് വായിക്കാം. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അപ്ലൈഡ് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വരുന്നുണ്ട്. അതിന്റെ അണ്ടറിൽ MSc ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. അത് ആക്ച്വലി CUET-ന്റെ അണ്ടറിൽ വരുന്ന എക്സാം ആണ്. ദെൻ MTech ഇൻ എനർജി സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്. MTech ഇൻ കമ്പ്യൂട്ടേഷണൽ മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. ഇത് രണ്ടും സെൽഫ് ഫിനാൻസിങ് ആണ്. പിന്നെ വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. കുറെ പേര് സിവിൽ നോക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗിന്റെ അണ്ടറിൽ വരുന്ന MTech രണ്ടെണ്ണമാണ്. ഒന്ന് MTech ഇൻ എൻവിറോൺമെന്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതുപോലെ MTech ഇൻ എർത്ത് വർക്ക് എഞ്ചിനീയറിംഗ്, ഇത് രണ്ടാ വരുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ അണ്ടറിൽ വരുന്നത് MTech ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതുപോലെ MTech ഇൻ ഡാറ്റ സയൻസ് വരുന്നുണ്ട്. ഇതിന് ഡാറ്റ സയൻസ്, MTech ഇൻ ഡാറ്റ സയൻസ് സെൽഫ് ഫിനാൻസ് ആണ്. ദെൻ അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിന്റെ അണ്ടറിൽ രണ്ട് MTech കോഴ്സസ് വരുന്നുണ്ട്. MTech ഇൻ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം മാനേജ്മെന്റ്, അതുപോലെ MTech ഇൻ കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം, ഇങ്ങനെ രണ്ട് MTech വരുന്നുണ്ട്. ഇത് രണ്ടും റെഗുലർ ആണ്, സെൽഫ് ഫിനാൻസ് അല്ല. അതുപോലെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിനുള്ള വരുന്നത് MTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അതും സെൽഫ് ഫിനാൻസ് അല്ല. പിന്നെ അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അതിന്റെ അണ്ടറിൽ 3 കൈൻഡ് ഓഫ് MTech വരുന്നുണ്ട്. MTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, തെർമൽ എഞ്ചിനീയറിംഗ്, മെഷീൻ ഡിസൈൻ, പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ, ഈ 3 സ്പെഷ്യലൈസേഷൻ MTech വരുന്നുണ്ട്. ദെൻ അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവിറോൺമെന്റൽ സയൻസ്. ഇതിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സസ് MSc എൻവിറോൺമെന്റൽ സയൻസ് ആൻഡ് മാനേജ്മെന്റ്, ബോത്ത് സെൽഫ് ഫിനാൻസും സെൽഫ് ഫിനാൻസ് അല്ലാത്ത വരുന്നുണ്ട്. അതുപോലെ MTech ഇൻ എൻവിറോൺമെന്റൽ ഹെൽത്ത് റിസ്ക് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, അത് സെൽഫ് ഫിനാൻസ്ഡ് ആണ്. ഈ കോഴ്സാണ് വരുന്നത്. പിന്നെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റി ഓഫ് ലോ ആണ്. ലോ ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് ഫാക്കൽറ്റി ഓഫ് ഡെന്റിസ്ട്രി, അമൻ ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PDS അത് നീറ്റ് വഴിയാണ്. ദെൻ സെന്റർ ഓഫ് സ്റ്റഡീസ്, അതായത് നമ്മളിപ്പോ സൂചിപ്പിച്ച ഫാക്കൽറ്റീസ് ഡിപ്പാർട്ട്മെന്റ്സ് മാത്രമല്ലാതെ ജാമ്യയുടെ അണ്ടറിൽ ഡിഫറെന്റ് സ്റ്റഡി സെന്റേഴ്സ് വരുന്നുണ്ട്. ഈ ഓരോ സ്റ്റഡി സെന്റേഴ്സും
ആക്ച്വലി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റഡി സെന്റേഴ്സിന് അത് കുറച്ച് നമ്മുടെ സ്ഥിരം കേൾക്കുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കോഴ്സസ് അല്ലെങ്കിൽ സ്റ്റഡി സെന്റേഴ്സിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിഫറെന്റ് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട് നമ്മുടെ ജാമ്യയിൽ. അതിൽ ഒന്നാമത്തെ AGK മാസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് സെന്റർ ഉണ്ട്. അതിന്റെ അണ്ടറിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന PG കോഴ്സസ് ഒന്ന് മാസ്കോം ഉണ്ട്, മാസ് കമ്മ്യൂണിക്കേഷന്റെ മാസ്കോം ഉണ്ട്. പിന്നെ MA കൺവേർജൻസ് ജേർണലിസം ഉണ്ട്, ആക്ടിംഗ് ആണ്. MA ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ആക്ടിംഗ് ആണ്. പിന്നെ MA വിഷ്വൽ എഫക്ട്സ് ആൻഡ് അനിമേഷൻ. അങ്ങനെ കുറച്ച് എന്താ പറയാ നല്ല ഐ മീൻ ഒരുപാട് നല്ല കുറച്ച് കോഴ്സസ് ഈ സെന്റേഴ്സ് അണ്ടറിൽ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഈ പറഞ്ഞ PG കോഴ്സ് കേരളത്തിൽ PG ഡിപ്ലോമാസ് ഉണ്ട്. ദെൻ അടുത്തൊരു സെന്റർ എന്ന് പറയുന്നത് MM അലി ജോഹർ അക്കാദമി ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ് ആണ്. ആ സെന്ററിൽ വരുന്നത് MA പൊളിറ്റിക്സ് ഇന്റർനാഷണൽ ഏരിയ സ്റ്റഡീസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള MA വരുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ ഞാനൊന്ന് ഓടിച്ച് വിടാം, സമയം ഏറെക്കുറെ ആയിട്ടുണ്ട്. പിന്നെ MPT ഓക്കെ, ഫിസിയോതെറാപ്പി ഒക്കെ ഇവിടെ ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ആട്ടോ. അപ്പൊ അവിടെ MPT ഓക്കെ മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറാപ്പി വരുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് ഓടിച്ചു വിടുന്നത് പിന്നെ ഓക്കെ MSc ബയോഫിസിക്സ് ഉണ്ട്, കോൺഫ്ലിക്റ്റ് അനാലിസിസ് ആൻഡ് പീസ് ബിൽഡിംഗ് ഉണ്ട്, കമ്പാരിറ്റീവ് റിലീജിയൻസ് ആൻഡ് സിവിലൈസേഷൻ, സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഇൻക്ലൂസീവ് പോളിസി. IR വരുന്നുണ്ട്. IRന്റെ ഡിഫറെന്റ് കൈൻഡ് വരുന്നുണ്ട്. വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്, അറബിക് ഇസ്ലാമിക് കൾച്ചർ വരുന്നുണ്ട്, മീഡിയ ഗോർഡൻസ് വരുന്നുണ്ട്. MTech നാനോ ടെക്നോളജി, ജനറൽ സ്റ്റഡീസ്, MSc വൈറോളജി, അങ്ങനെ കുറച്ച് ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോഴ്സസ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു കോഴ്സസിന്റെ ഒരു ഇത് പറയാനുള്ളത്. ആക്ച്വലി PG കോഴ്സസ് കുറച്ച് അധികം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കോഴ്സസ് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടാവും. അത് ഞാൻ പറയാണ്, ഇതെല്ലാം മെൻഷൻ ചെയ്ത് പോകണമായിരുന്നു. അപ്പൊ ഇത്രയാണ് കോഴ്സസിനെ കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ഇത് പറയാനുള്ളത്. അപ്പോ ഞാൻ സ്ക്രീനിൽ ഒന്ന് മാറ്റാണ്, കോമന്റ്സ് ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്കിനി കോഴ്സസിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നേരത്തെ ഞാൻ കാര്യം ഇപ്പത്തേക്ക് പറയാൻ വേണ്ടി മാറ്റി വെച്ചേനും അത് നമ്മളെ NEP-ന്റെ ഒരു കാര്യമായിരുന്നു. ഞാനത് PG സെഷൻ കൂടി കഴിഞ്ഞ് പറയാന്ന് വിചാരിച്ചത്. നമുക്കറിയാം ഈ NEP അഥവാ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിലുടനീളം അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ജാമ്യയിലും NEP ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പൊതുവെയുള്ള നമ്മളെ ധാരണ അത് UG കോഴ്സുകളെ മാത്രമേ ബാധിക്കുള്ള ധാരണ ഉണ്ട്. അത് PG കോഴ്സിനെയും കൂടിയും ബാധിക്കാൻ ചാൻസ് ഉണ്ട് എന്നല്ല, അത് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ PG സെഷൻ കഴിഞ്ഞിട്ട് അത് ഒന്ന് അതിനുശേഷം ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാന്ന് വിചാരിച്ചത്. ആൻഡ് ആ ഒരു NEP എന്ന കാര്യം നമ്മൾ ലാസ്റ്റ് ഇയർ ആണ് ജാമ്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നത്. അതിന്റെ അനുസരിച്ച് നമുക്ക് UG കോഴ്സസ് 4 ഇയർ കോഴ്സ് ആയിട്ടാണ് ലാസ്റ്റ് ഇയർ മുതൽ ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ നമ്മൾ കിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. സെക്കൻഡ് ഇയർ കഴിഞ്ഞ നമ്മൾ കിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിപ്ലോമ കിട്ടും. തേർഡ് ഇയർ കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഡിഗ്രി കിട്ടും. ഫോർത്ത് ഇയർ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഹോണേഴ്സ് ഡിഗ്രി ചെയ്യാം, നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് റിസർച്ച് ഓറിയന്റഡ് ആയി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള ഡിഗ്രി, ആ ഒരു ഡിഗ്രി നമുക്ക് ഫോർത്ത് ഇയർ കഴിഞ്ഞിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് അതിന് എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് വരുന്നത്. ആൻഡ് അങ്ങനെ നമ്മൾ ഈ 4 ഇയർ കഴിഞ്ഞാണ് നമ്മൾ ഇറങ്ങുന്നെങ്കിൽ നമുക്ക് 1 ഇയർ PGന്റെ ആവശ്യം നമുക്ക് എന്ത് വരുന്നുള്ളൂ, നമ്മുടെ സ്റ്റുഡൻസിന് നമുക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഇനി അത് തന്നെ നിങ്ങൾ ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള ഡിഗ്രിയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ 4th ഇയറിൽ തന്നെ നമ്മൾ NTA നടത്തുന്ന നെറ്റ് എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് PhDക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് 1 ഇയർ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ആൻഡ് ആ 1 ഇയർ PG ചെയ്യാൻ തന്നെ ഡയറക്റ്റ് PhDക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു NEP ജാമ്യയിൽ വരുന്നത് നമുക്ക് 9 പേപ്പറുകളായിട്ടാണ് നമുക്ക് ഇപ്പം ഫസ്റ്റ് ഇയറിലെല്ലാം നമുക്ക് UG കോഴ്സിൽ വരുന്നത്. 9 പേപ്പർ എന്ന് പറയുമ്പം ജാമ്യ ഫോളോ ചെയ്യുന്നത് ഡ്യുവൽ മേജർ എന്നുള്ള സിസ്റ്റം. ഡ്യുവൽ മേജർ മീൻസ് അതായത് 2 മേജർ പേപ്പർ വരുന്ന സിസ്റ്റത്തിലാണ് ജാമ്യ ഫോളോ ചെയ്യുന്നത്. അതായത് നമുക്ക് ടോട്ടൽ 9 പേപ്പറുകളിൽ 2 മേജർ പേപ്പർ, അതിപ്പോ നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് 2 പേപ്പർ ഉണ്ടാവും. ആൻഡ് ഒരു മൈനർ പേപ്പർ, അത് നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ എടുക്കാം. സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജി, സൈക്കോളജി ആണെങ്കിൽ സൈക്കോളജി, നിങ്ങൾക്ക് അങ്ങനെ മൈനർ പേപ്പർ എടുക്കാം. അങ്ങനെ ടോട്ടൽ 3 പേപ്പർ. ആൻഡ് ഇനി വരുന്ന 3 പേപ്പർ നമുക്ക് ഒന്ന് ഉറുദു ആണ്, ആൻഡ് ഒന്ന് ജനറൽ ഇംഗ്ലീഷ് ആണ്, ആൻഡ് ഒന്നൊരു റിലീജിയസ് പേപ്പർ ആണ്. അതായത് ഇന്ത്യൻ റിലീജിയൻ കൾച്ചർ, ഹിന്ദു റിലീജിയൻ കൾച്ചർ, ഇസ്ലാമിയത്ത്. ഈ 3 എണ്ണത്തിന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആൻഡ്
അടുത്ത 3 പേപ്പർ നമുക്കൊരു ഓപ്ഷണൽ ആയിട്ട് വരുന്ന പേപ്പറാണ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിന്റെ ഇത് വരുന്നത്. ഇനി PG നോക്കുമ്പോൾ ഇത് സെക്കൻഡ് ഫേസിലേക്കാണ് ജാമ്യം പോകുന്നത് NEPന്റെ. സോ ഭാവിയിൽ ജാമ്യം എന്ത് ചെയ്തിരിക്കാം, PG 1 ഇയർ കോഴ്സ് ആക്കി മാറ്റിയിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ വർഷം എൻറോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PG 2 ഇയർ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു കാര്യമാണ് NEPനെ പറ്റി അറിയുമ്പോൾ നമുക്ക് ജാമ്യനായിട്ട് ചെയ്യാനുള്ളത്. ഇത് PGക്കാരും UGക്കാർക്കും ഒരേപോലെ മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ സെഷന്റെ ലാസ്റ്റ് പറഞ്ഞത്. ആൻഡ് നൗ നമുക്ക് എന്ത് ചെയ്യാൻ നീങ്ങാം, ക്വയറി സെഷനിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. നിങ്ങൾക്ക് ക്വയറീസ് ഒന്നില്ലെങ്കിൽ നമ്മൾ ഇതിലൂടെ മെസ്സേജ് ബോക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ത്രൂ ചോദിക്കാൻ പറ്റും. കമന്റ് സെക്ഷനിൽ കുറച്ച് ഡൗട്ട്സ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്ത് പോകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ കുറച്ച് മുകളിൽ തന്നെ പറഞ്ഞുതരാനുണ്ട്. ലൈക്ക് എന്താണ് ജാമ്യയിലേക്ക് നാട്ടിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ കിട്ടും. ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ടെൻഷനാണ് കാര്യമില്ല. അതൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഡയറക്റ്റ് ട്രെയിൻസ് ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് സ്കോളർഷിപ്പ് കിട്ടിയോ ഗേൾസിന് എന്നുള്ളതാണ്. ആക്ച്വലി ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ആജ്മി എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ അത് ഗേൾസിന് ബോയ്സിന് ഇല്ല, അത് നമ്മളെ ഒരു എബിലിറ്റി അനുസരിച്ച് കിട്ടുന്നുള്ളതാണ്. പിന്നെ അതല്ലാതെ നമുക്ക് വേറെ NSPന്റെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കോഴ്സസ് സ്കോളർഷിപ്സ് ഉണ്ടല്ലോ, അതൊക്കെ വേറെ കിട്ടായൊന്നുമില്ല കേട്ടോ. ഗേൾസിന് ബോയ്സിനൊന്നും ഇല്ല, സ്കോളർഷിപ്പ് എല്ലാവർക്കും കിട്ടും. നമ്മളതിന് ഡിസേർവിംഗ് ആണെന്നുണ്ടെങ്കിൽ കിട്ടും. അതിന് ജാമ്യമായിട്ട് ചെയ്യാനൊന്നും. ദെൻ എഡിറ്റിംഗ് ഓപ്ഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആഡ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ വഴി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ MBA കാലിക്കറ്റ് സെന്ററിലുള്ളത് സ്പെഷ്യലൈസേഷൻ ഫോർ സെൽഫ് ഫിനാൻസ് അല്ലേ? ആക്ച്വലി അല്ല, MBA നോർമൽ MBA എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് കാലിക്കറ്റ് സെന്ററിൽ വരുന്നുണ്ട്. അത് സെൽഫ് ഫിനാൻസിങ് അല്ല. പിന്നെ PG ഡിപ്ലോമക്ക് എക്സാം എഴുതണം. താങ്ക് യു സാർ. അമൻ ഷാ, PG ഡിപ്ലോമക്ക് ഐ തിങ്ക് ചില കോഴ്സസിന് എന്തോ എക്സാം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊന്നൊരു ക്ലിയർ ആയിട്ട് പറയാം. MA അറബിക്കിന് നാട്ടില് സെന്റർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. MA അറബിക്കിന് നാട്ടില് സെന്റർ ഇല്ല. MA അറബിക്ക് നാട്ടിൽ സെന്റർ ഇല്ല കേട്ടോ. സൈക്കോളജി ഡിപ്ലോമ കോഴ്സിനെ പറ്റി പറയോ? ആക്ച്വലി ഡിപ്ലോമ കോഴ്സ് അത് സെൽഫ് ഫിനാൻസിങ് ആണ്. അതുപോലെ 1 ഇയർ ആണ് ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ കൂടുതൽ ഇൻഫർമേഷൻസ് അവര് പുറത്ത് അങ്ങനെ ആയിട്ടില്ല, കാരണം അത് റീസെന്റ് തുടങ്ങിയ ഒരു കോഴ്സ് ആണ്. എന്നാലും അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടസിൽ നോക്കി കഴിഞ്ഞാൽ അന്നേരം ക്ലിയർ ആയിട്ട് കിട്ടും. ലൈക്ക് 30 സീറ്റ് ആണ് വരുന്നത്. അതുപോലെ ഫീസ് പറയുന്നത് 42,000 ആണ് ഫീസ് പറയുന്നത്. മാം അതിന് എലിജിബിൾ ക്രൈറ്റീരിയ എങ്ങനെ? ഡിപ്ലോമ കോഴ്സിനാണോ? UG മതിയാവും എന്നാണ്. അതിന്റെ എലിജിബിലിറ്റി അങ്ങനെ പ്രത്യേകിച്ച് അറിയാണെങ്കിൽ ഒന്നുകൂടെ എൻക്വയറി ചെയ്തിട്ട് പറയാം. പറഞ്ഞ സന്തോഷായിരുന്നു. പിന്നെ അതിന് നമുക്ക് എങ്ങനെ എടുക്കുമ്പോ തന്നെ അവിടെ സബ്മിറ്റ് ആണോ അല്ല പിന്നീട് സബ്മിറ്റ് ചെയ്താൽ മതിയോ? വോയിസ് ക്ലിയർ ആവുന്നില്ലല്ലോ. UG സർട്ടിഫിക്കറ്റ് ആക്ച്വലി നമുക്ക് കുറച്ചു കാലം അവര് നീട്ടിത്തരും. ലൈക്ക് ഇൻ കേസ് ഓഫ് ഓരോരോ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് ആയിരിക്കുമല്ലോ. അപ്പൊ UG സർട്ടിഫിക്കറ്റിന്റെ കാര്യം അവര് നമുക്കൊരു 6 മാസം വരെയൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് നീട്ടി തരാറുണ്ട്. അങ്ങനെയാണ്. പിന്നെ പറയൂ. ആക്ച്വലി സൈക്കോളജി PG ഡിപ്ലോമന്റെ ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യുന്നില്ല തോന്നുന്നു. ഞാൻ ഏതായാലും ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചിട്ടാണെങ്കിൽ പറയാം. ദെൻ MA സൈക്കോളജി അഡീഷണൽ ഫീസ് ഡിപ്ലോമ കോഴ്സ് നമ്മൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതണോ? അതും നോക്കിയിട്ട് പറയാം. ചെറിയൊരു ഡൗട്ട് ഉണ്ടാക്കിയിട്ട് കോൺടാക്ട് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഓക്കെ ഓക്കെ. അഡീഷണൽ ഫീസ് ഇല്ല കേട്ടോ. ആക്ച്വലി ഈ ഇയർ വരെ നമുക്ക് വന്നിട്ടില്ല. നമുക്ക് ഈ പറഞ്ഞ പ്രോസ്പെക്ടസിൽ പറയുന്ന ഇയർലി ഫീസ് മാത്രമാണ് വന്നിട്ടുള്ളത്. അഡീഷണൽ വേറെ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇത്തവണ പറഞ്ഞ മാറ്റങ്ങൾ വന്നിട്ട് MA അപ്ലൈഡ് MA സൈക്കോളജി ഒക്കെ ആക്കിയതിന് കുറച്ച് മാറ്റങ്ങൾ വന്ന സ്ഥിതിക്ക് ഇതിന്റെ ഫീസിൽ എന്തെങ്കിലും ഫീസിൽ ചെറിയ ഇനി അഡീഷണൽ വരുമോ എന്നുള്ളത് അറിയില്ല. വരാൻ ചാൻസ് ഇല്ല. നമുക്ക് അങ്ങനെ
ഫീൽഡ് വർക്കോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. സൈക്കോളജി ഡിപ്ലോമ ഒക്കെ ഞാനത് അന്വേഷിച്ചിട്ട് പറയാം. MBA സെൽഫ് അല്ലേ ഫുള്ള്? അല്ല കേട്ടോ, MBA സെൽഫ് അല്ലാത്ത MBAs ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നോർമൽ MBA എന്ന് പറയുന്നതും അതുപോലെ MBA ഹെൽത്ത് കെയർ, ഐ തിങ്ക് ഏതോ ഒരു MBA മാത്രം സെൽഫ് ഫിനാൻസിങ് അല്ലാതെ വരുന്നുണ്ട്. സെൽഫ് ഫിനാൻസിങ് അല്ലാതെ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. MA പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിനെ കുറിച്ച് പറയോ അമൻ ഷാ? ഹലോ, ഓഡിബിൾ അല്ലേ? ഓക്കെ ഓക്കെ. MA പൊളിറ്റിക്കൽ സയൻസിന്റെ ഇതിൽ പറയുമ്പം അവിടെ നമുക്ക് നമ്മളെ ജാമ്യന്റെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ 3 കോഴ്സാണ് വരുന്നത്. MA പൊളിറ്റിക്കൽ സയൻസ്, MA ഹ്യൂമൻ റൈറ്റ്സ്, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അത് കൂടാതെ നമുക്ക് ഒരു സെൻട്രൽ കോഴ്സ് ആയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, നിങ്ങൾ പറഞ്ഞാൽ MA പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ വരുന്നത്. അതിൽ നമുക്ക് ഈ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് ആൻഡ് ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് ആ രീതിയിലാണ് നമുക്ക് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് വരുന്നത്. സോ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാം നല്ല അടിപൊളി ഡിപ്പാർട്ട്മെന്റ് ആണ്. നല്ല പ്രൊഫസേഴ്സ്, നല്ല ഫാക്കൽറ്റി സ്റ്റുഡൻസും ഓൾ ഓവർ ഇന്ത്യ പുറത്തുനിന്ന് സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏറ്റവും അടിപൊളി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ, ആ രീതിയിൽ തന്നെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ഒരു MA പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ ഇത് വരുന്നത്.